അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലെ ആദരണീയരായ സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്ന് ആമുഖമായി നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ഐതിഹാസികമായ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം ജനുവരി 11 ശനിയാഴ്ചയും ക്യാമ്പയിൻ്റെ സംസ്ഥാന സമാപന സമ്മേളനം ജനുവരി 19 തലശ്ശേരിയിൽ വെച്ചും സംഘടിപ്പിക്കപ്പെടുകയാണ്. പ്രസ്തുത സമ്മേളനങ്ങളിലേക്കെല്ലാം ആദരപൂർവം സ്നേഹത്തോടുകൂടി ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും ആമുഖമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രാധാന്യമേറിയ ഒരു പ്രദേശത്ത് ഇന്നിത്തരമൊരു വിശദീകരണ യോഗം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്ന സ്റ്റേജിൻ്റെ പിന്നിൽ കഴിഞ്ഞ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് വിശാലമായ സ്കൂൾ മൈതാനിയിൽ മുജാഹിദ് ആദർശ വിശദീകരണം യോഗം സംഘടിപ്പിച്ച ആ നാളുകളെ കുറിച്ചാണ്. അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങൾ മാറി, അന്നുണ്ടായിരുന്ന അവസ്ഥാവിശേഷങ്ങൾ മാറി, ഇരുണ്ടുമൂടിയ കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷം കാർമേഘങ്ങളിൽ നിന്ന് മുക്തമായി ഇരുൾമുറ്റിയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി, മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും എൻ്റെ മുന്നിൽ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കാരണവന്മാരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെയും ഫലമാണ് ഈ കാർമേഘങ്ങളിൽ നിന്ന് നീങ്ങിയത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന വിശദീകരണ യോഗത്തിന് ശേഷം ഇന്ന് ഈ പുളിക്കൽ പ്രദേശത്ത് ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യവും അവസ്ഥാവിശേഷവും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
മക്കയിലുണ്ടായിരുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിഷമങ്ങൾക്കും ശേഷം ജനിച്ചു വളർന്ന മക്കയുടെ മണ്ണും കളിച്ചു വളർന്ന മക്കയുടെ നാടും ഒഴിവാക്കി മദീനയുടെ മണ്ണിലേക്ക് ഹിജറ പോയതിനു ശേഷം മദീനയിലും ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ആദർശരംഗത്തെ പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്ന ബദർ യുദ്ധത്തിന് ശേഷം മുസ്ലിം സമുദായത്തിലുണ്ടായ മാറ്റങ്ങളുടെയും മുസ്ലിമീങ്ങൾ എന്ന് അനുഭവിച്ച വിശ്വാസ വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു കുളിർത്തന്നലാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചവരും ഇസ്ലാമിക സമൂഹത്തെ തകർത്തെറിയാൻ പാടുപെട്ടവരും പണിയെടുത്തവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിച്ചവരുമെല്ലാം പരാജയപ്പെട്ട് സ്വന്തം മാളങ്ങളിലേക്ക് ഉൾവലിഞ്ഞതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാനിറങ്ങിയ ആളുകൾ മുഴുവൻ അവരുടെ മാളങ്ങളിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു വലിയ പ്രഭാഷണത്തിനല്ല നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. എനിക്ക് ശേഷം ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഈ അബദ്ധ വിശ്വാസങ്ങൾ വലിച്ചെറിഞ്ഞ് ആദർശരാഹിത്യത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു വന്ന ബഹുമാന്യനായ നസീറുദ്ദീൻ റഹ്മാനി ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സുദീർഘമായൊരു പ്രസംഗത്തിനും സുദീർഘമായൊരു സംസാരത്തിനും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അള്ളാഹു ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചും അള്ളാഹു ഇന്ന് നമ്മെ എത്തിച്ചിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചും നമ്മുടെ ആദർശ വിരോധികളും മുജാഹിദുകളെ തകർക്കാനിറങ്ങിയവരും എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചുമുള്ള ഒരു താരതമ്യ പഠനം മാത്രമാണ് ഞാൻ എൻ്റെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരമൊരു ചർച്ച മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാകാനുള്ള കാരണം ഇതിനു മുമ്പ് വിശദീകരിക്കപ്പെട്ട സമ്മേളനങ്ങളിൽ നിന്നും യോഗങ്ങളിൽ നിന്നുമൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മഹിതമനോഹരമായ ഒരു ആദർശം പഠിപ്പിക്കാൻ ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ പാത സ്വീകരിച്ച് മഹത്തായ ഈ ആദർശത്തിന്റെ ദൗത്യവും ഏറ്റെടുത്ത് നേരത്തെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ പുളിക്കൽ പള്ളിയുടെ ഖബർസ്ഥാനിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹസൻ മൗലവിയുടെയും അതുപോലെ അബ്ദുൽ ഗഫൂർ മൗലവിയുടെയുമെല്ലാം വെളിപ്പാടകലെ മദീനത്തുൽ ഉലൂമിന്റെ ഓഡിറ്റോറിയങ്ങളിൽ നിന്നും ക്യാമ്പസിൽ നിന്നും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ചരിത്രപരമായി നേതൃത്വം നൽകിയ MCC-മാരുടെയും പാരമ്പര്യം ഉറങ്ങിക്കിടക്കുന്ന മണ്ണിൽ അവർ പഠിപ്പിച്ച ആദർശങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളുമായി ചില ആളുകൾ കടന്നു വരികയുണ്ടായി. ആദർശങ്ങൾ എന്താണ് എന്നും അവരുടെ വിശ്വാസങ്ങൾ എന്തായിരുന്നുവെന്നും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ആ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പലരും കടന്നു വന്നു. പലരും അതിന് വിശദീകരണങ്ങൾ പറയാൻ കടന്നു വന്നു. ആ പോസ്റ്ററുകളുടെ പേര് ഗണ്ണനം 1 എന്നും ഗണ്ണനം 2 എന്നും ഗണ്ണനം 3 എന്നും 4 എന്നും എഴുതി പുറപ്പെട്ടവർ ഇനി 5 എന്ന് എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ ആരൊക്കെയാണ് കൂടെ അവശേഷിക്കുന്നത് എന്ന് അവർക്കും ആർക്കും അറിയില്ലെങ്കിൽ പോലും 5 എന്ന് എഴുതാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുജാഹിദുകൾ അതിന് മറുപടി പറയാൻ തീരുമാനിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഈ പ്രദേശത്ത് അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ അറിയാം. അങ്ങാടികളിലെ കവലച്ചട്ടമ്പിമാരുടെ കവലപ്രഭാഷണങ്ങൾ പോലെ വൃത്തികേടുകൾക്കും തോന്നിവാസങ്ങൾക്കും തൊള്ളയിലൊതുങ്ങാത്ത കുട്ടിക്കൊരങ്ങന്മാരുടെ വലിയ ഗീർവാണ പ്രസംഗങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത മുജാഹിദ് പ്രസ്ഥാനത്തിനോ മുജാഹിദ് നേതൃത്വത്തിനോ ഇല്ല. പിന്നെ പലപ്പോഴും ആളുകൾ സ്വാഭാവികമായും സംശയിക്കും, പിന്നെ എന്തിനിന്നിങ്ങനൊരു വിശദീകരണ യോഗം സംഘടിപ്പിച്ചു എന്ന്. അത്തരം ആളുകൾക്ക് മറുപടി പറയാനാണ് ഈ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ ഞാൻ ആദ്യം തന്നെ തിരുത്തുന്നു. മുജാഹിദുകൾക്ക് അതിന് മറുപടി പറയേണ്ട ബാധ്യത ഇല്ല. അങ്ങാടികളിൽ അങ്ങാടി പിള്ളേരുടെ പ്രഭാഷണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ചരിത്രമുറങ്ങുന്ന ഇസ്ലാഹി നേതൃത്വത്തിനും ഇസ്ലാഹി പ്രസ്ഥാനത്തിനുമില്ല. പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും പാടുപെട്ട് പണിയെടുത്ത് ഈ തൗഹീദിന്റെ ആദർശം പഠിപ്പിച്ചു കൊടുത്ത
മഹത്തായ പ്രസ്ഥാനത്തിന് ഈ സമുദായത്തിനിടയിൽ നിർവഹിക്കാൻ ദൗത്യങ്ങളുണ്ട്, ഈ സമൂഹത്തിനിടയിൽ നിർവഹിക്കാൻ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്ത നിർവഹണവുമായിട്ടാണ് മുജാഹിദുകൾ ഇനി മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുജാഹിദ് നേതൃത്വം അതിന്റെ പ്ലാൻ പ്രഖ്യാപിക്കാൻ ഇൻഷാ അല്ലാഹ് തലശ്ശേരിയിൽ പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഐതിഹാസികമായ ദഅ്വ ചരിത്രത്തിലെ സുപ്രധാനമായൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ എതിരാളികൾ എന്നെത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. മുജാഹിദുകൾ ഏതൊരു വാദങ്ങളായിരുന്നോ ഇവർക്കെതിരെ പറഞ്ഞിരുന്നത്, ഏതൊക്കെ കാര്യങ്ങളായിരുന്നോ ഇവർക്കെതിരെ ഉന്നയിച്ചിരുന്നത്, അതിലേക്ക് ഇത്ര പെട്ടെന്ന് അവർ സഞ്ചരിച്ചെത്തുമെന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ല. ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഈ മദീനത്തുൽ ഉലൂമിന്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 10ഓളം പണ്ഡിതന്മാർ ചില തീരുമാനങ്ങൾ എടുത്തു. അതിനുശേഷം കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു. ആ നിലപാട് വായിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നത്. നമ്മളെല്ലാവരും അത് കേട്ടിട്ടുണ്ട്, നമ്മൾ ആ നിലപാടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അന്ന് നമ്മളെടുത്ത ആ തീരുമാനം? ആ തീരുമാനം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നതും രക്ഷ തേടുന്നതും സഹായം തേടുന്നതും ശിർക്കും ഹറാമുമാണെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. ഇത് കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ഈ തീരുമാനത്തിടയിൽ അടിയിലൊപ്പിട്ടവർ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടായിരുന്നു, ടി.പി. അബ്ദുള്ള കോയ മദനി ഉണ്ടായിരുന്നു, കരിവള്ളി മുഹമ്മദ് മൗലവി ഉണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ സലഫിയും അഹമ്മദ് അലി മദനിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ തീരുമാനത്തിനിടയിൽ ഒപ്പിട്ട ആളാണ് കെ സക്കരിയ സുലാഹിയും. പക്ഷേ ഈ തീരുമാനം എനിക്ക് യോജിപ്പില്ലെന്നും ഈ തീരുമാനത്തോട് എനിക്ക് കൂറില്ലെന്നും പറഞ്ഞ് ഞാൻ ഈ തീരുമാനം അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോയത് സക്കരിയ സുലാഹിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം മുജാഹിദ് പ്രസ്ഥാനം ഇന്നും അംഗീകരിച്ച് ഈ തീരുമാനം അംഗീകരിക്കാൻ സന്നദ്ധതയുള്ളവരെ മുഴുവൻ ആളുകളെയും ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് മുജാഹിദുകൾ ഈ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനം അംഗീകരിക്കുന്നവരായിരുന്നു നമ്മുടെ നാട്ടിലെ കുട്ടികളും നമ്മുടെ നാട്ടിലെ പ്രവർത്തകരുമെല്ലാം. ഇപ്പൊ ഇവിടെ അന്ന് പ്രസംഗിച്ച ബഹുമാന്യനായ എന്റെ സ്നേഹിതൻ താജുദ്ദീൻ സ്വലാഹി, അദ്ദേഹത്തോട് നിറഞ്ഞ ആദരവും നിറഞ്ഞ സ്നേഹവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തിനും അദ്ദേഹത്തിന്റെ പക്വതക്കും ഒരിക്കലും യോജിക്കാത്ത സംസാരങ്ങളാണ് ഈ സ്ഥലങ്ങളിൽ നിന്ന് നടത്തുന്നത്. കേരളത്തിന്റെ തെരുവുകളിൽ മുജാഹിദ് നേതൃത്വത്തെ വെല്ലുവിളിച്ചും മുജാഹിദ് നേതൃത്വത്തെ പരിഹസിച്ചുകൊണ്ടും ബഹുമാന്യനായ എന്റെ സുഹൃത്ത് ഒരു പടയോട്ടം നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് അവർ കരുതരുത്, മുജാഹിദുകൾ അത് കേട്ടില്ലെന്ന് കരുതരുത്. പക്ഷേ ഞാനതിന് മറുപടി പറഞ്ഞാൽ എനിക്കും ആ താജുദ്ദീന്റെ നിലവാരം മാത്രമേ ഉള്ളൂ എന്ന് ആളുകൾ വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ അത്തരം ആളുകളുടെ പരാമർശങ്ങൾക്ക് ആ രൂപത്തിൽ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ജാമിയ സലഫിയയുടെ ഓഡിറ്റോറിയത്തിലും മദീനത്തുൽ ഉലൂമിന്റെ ഓഡിറ്റോറിയത്തിലും MSMന്റെ സംസ്ഥാന കൗൺസിലുകൾ നടന്ന കാലമുണ്ടായിരുന്നു. ആ സംസ്ഥാന കൗൺസിലുകളിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം ഉയർത്തിപ്പിടിച്ച് ആ തീരുമാനമാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സത്യസന്ധമായ തീരുമാനമെന്ന് വിശദീകരിക്കുകയും പറയുകയും ചെയ്ത താജുദ്ദീൻ അടക്കമുള്ള ടി.കെ. അഷ്റഫ് അടക്കമുള്ള CP സലീം അടക്കമുള്ള ഈ കേരളത്തിൽ മുജാഹിദുകൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നിലപാടുകൾക്ക് എന്നാണ് മാറ്റമുണ്ടായത് എന്നാണ് ഇവിടെ അന്ന് മുജാഹിദുകൾ ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞിട്ടില്ല. പുഴയിൽ വീണ മനുഷ്യൻ കരയിലുള്ള ജിന്നിനെ വിളിച്ച് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന സക്കരിയ സുലാഹിയുടെ വാദത്തിന് പ്രമാണമാണ് അവരോട് ചോദിച്ചത്. അതിന് അബ്ദുറഹ്മാൻ സലഫിയുടെ പച്ചമാംസം അങ്ങാടികളിൽ കൊത്തിവലിച്ചാൽ അതിന് മറുപടിയാകുമെന്ന് വിശ്വസിക്കുന്നവരല്ല മുജാഹിദുകൾ. പക്ഷേ ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയുന്നു, അബ്ദുറഹ്മാൻ സലഫിക്ക് എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് ആരൊക്കെ പറഞ്ഞാലും തൗഹീദിനു വേണ്ടി ആദർശത്തിന് വേണ്ടി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശുദ്ധിയും ഉയർത്തിപ്പിടിച്ച് ടി.പി. അബ്ദുള്ള കോയ മദനിയുടെ കൂടെ എ.പി. അബ്ദുൽ ഖാദർ മദനിയോടൊപ്പം ഈ ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ പതാകയും ഏറ്റെടുത്ത് അബ്ദുറഹ്മാൻ സലഫി കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം മുജാഹിദുകളും മുജാഹിദ് പ്രവർത്തകരും സലഫി ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദിന്റെ കൂടെയുണ്ടാകും എന്ന കാര്യത്തിൽ ഒരാളും അതിനാശയക്കുഴപ്പങ്ങൾ വെച്ച് പുലർത്തേണ്ടതില്ല. താജുദ്ദീന്റെ തൊള്ള കൊണ്ട് ഒരു മനുഷ്യനെ കീറിമുറിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി അവരുടെ വായ കൊണ്ട് കീറി മുറിക്കാൻ ശ്രമിച്ചാലും
സ്വന്തം ഒരു മലയുടെ അതിശക്തമായ മലയെ ഇടിച്ച് തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വന്തം കൊമ്പടിഞ്ഞും സ്വന്തം മുഖം ചതഞ്ഞും സ്വന്തം പല്ലുപോയും തിരിച്ചു പോകേണ്ടി വരുന്ന ആട്ടിൻകുട്ടികളുടെ ചരിത്രം താജുദ്ദീനെ പോലെയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഈ തീരുമാനത്തെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഈ തീരുമാനം അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം എന്നാണ് അവർക്ക് മാറ്റമുണ്ടായത്? ഇതൊരു താജുദ്ദീൻ മാത്രം പറഞ്ഞതാണോ? സക്കരിയ സ്വലാഹി അംഗീകരിച്ച ശേഷം അദ്ദേഹം പരസ്യമായിട്ട് തിരുത്തി പറഞ്ഞു. ഇവരാരാണ് തിരുത്തി പറഞ്ഞത്? സക്കരിയ സ്വലാഹിയെ മാറ്റി നിർത്തിയപ്പോൾ സക്കരിയ സ്വലാഹിയുടെ കൂടെ അദ്ദേഹം ഒരു വലിയ മഹാനാണെന്ന് വിശ്വസിച്ച് സക്കരിയ സ്വലാഹിയെക്കാളും വലിയ പണ്ഡിതന്മാർ കേരളത്തിന്റെ മണ്ണില്ലെന്ന് പറഞ്ഞ് സക്കരിയ സ്വലാഹിയെയും ഏറ്റുപിടിച്ച് കേരളക്കരയൊട്ടാകെ ഓടി നടന്നവർ അവരുടെ നിലപാട് വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇത് അംഗീകരിക്കുന്നു എന്ന് നാട് മുഴുവൻ പറഞ്ഞു നടന്നിട്ട് ഇന്ന് ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അതിന് അബ്ദുറഹ്മാൻ സലഫിയെ ചീത്ത വിളിച്ചാൽ അതിന് മറുപടിയാകുമെന്ന് മുജാഹിദുകൾ മനസ്സിലാക്കുന്നില്ല. ഒരു താജുദ്ദീൻ സ്വലാഹി മാത്രമാണോ ഇത് പറഞ്ഞത്? ബഹുമാന്യനായ നമ്മുടെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ കുത്തിപ്പിളർത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾക്ക് ഇന്ന് നേതൃത്വം വഹിച്ചുകൊണ്ട് സക്കരിയ മൗലവിക്കെതിരെ പോലും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ചു പറയുന്ന ഒരു കാര്യം ബഹുമാന്യനായ നമ്മുടെ CP സലീം വിശദീകരിക്കട്ടെ ഈ തീരുമാനത്തെ കുറിച്ച്. പ്രസ്ഥാനം അതിന്റെ കയ്യിൽ ആദർശമുണ്ട്, അതിന്റെ കയ്യിൽ പ്രമാണമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതേത് വിഷയങ്ങൾ വന്നാലും വളരെ കൃത്യമായി നിലപാടുകൾ വിഷയങ്ങൾ ഒന്നും കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി വ്യക്തമായി പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു. ജിന്നിനോട് തേടുന്നത് ഹറാമാണ്, ഷിർക്കാണ് എന്ന് വളരെ കൃത്യമായി ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി പറഞ്ഞു. മുഹൈദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ് വളരെ കൃത്യമായി പറഞ്ഞു. മുജാഹിദുകൾക്ക് അതിൽ തർക്കമില്ല. അപ്പൊ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു തർക്കവുമില്ലാതിരുന്ന, ഒരു ആശയക്കുഴപ്പവുമില്ലാതെ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം അംഗീകരിച്ചുവെന്ന് ഈ സലീം പ്രസംഗിച്ചത് ഇത് സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പ് പ്രസംഗിച്ചതാണ്. സംഘടനക്കുള്ളിൽ നിൽക്കുമ്പോൾ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം ഉയർത്തിപ്പിടിച്ച് മുഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം ചോദിക്കുന്നത് ഏതുപോലെയുള്ള ഷിർക്കാണോ അതേപോലത്തെ ഷിർക്ക് തന്നെയാണ് ജിന്നിനോട് സഹായം തേടുന്ന ആ വിഷയമെന്ന് ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമാണ് ഞാൻ അംഗീകരിക്കുന്നത്, മുജാഹിദുകൾ അംഗീകരിക്കുന്നത്, മുജാഹിദുകൾക്ക് അതിൽ തർക്കമില്ല എന്ന് പ്രസംഗിച്ചു പറഞ്ഞു നടന്നിരുന്ന ബഹുമാന്യനായ CP സലീമിന് എന്നു മുതലാണ് മാറ്റമുണ്ടായത് എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. അതിൽ തർക്കമുണ്ടാക്കിയതാരാ? മുജാഹിദുകൾക്കിടയിൽ തർക്കമില്ലാതെ ISM-ഉം MSM-ഉം KNM-ഉം MGM-ഉം ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം അംഗീകരിച്ച് ഒന്നാകെ മുന്നോട്ട് നീങ്ങിയപ്പോൾ നമുക്കിടയിൽ തർക്കമുണ്ടാക്കിയ ആളാരാ? നമുക്കിടയിൽ തർക്കമുണ്ടാക്കിയതും നമുക്കിടയിൽ തർക്കമുണ്ട് എന്നും ഈ വിഷയം ശരിയല്ല എന്നും കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ പറയാൻ തീരുമാനിച്ച ആളെയാണ് നമുക്കറിയേണ്ടത്. അദ്ദേഹം അതൊന്ന് പറയട്ടെ തർക്കത്തെ കുറിച്ച്. ആ സ്ഥലത്ത് വെച്ച് മൊയ്യദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിച്ചാൽ ശിർക്കാണ്. മൊയ്യദ്ദീൻ ഷെയ്ഖിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ച, കാരണം മൊയ്യദ്ദീൻ ഷെയ്ഖ് അവിടെ ഹാളിറില്ല. മരിച്ച ആൾക്ക് അവിടെ ഹാജരാകാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല, കാണാൻ കഴിയൂല. അതേ സമയത്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നോ മലക്കോ കേട്ടിട്ട് അതിന്റെ കൈവിൽപ്പെട്ട എന്തെങ്കിലും കാര്യമാണ് ചോദിക്കണമെങ്കിൽ അത് ശിർക്കല്ല. അതേ സമയത്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നോ മലക്കോ കേട്ടിട്ട് അതിന്റെ കൈവിൽപ്പെട്ട എന്തെങ്കിലും കാര്യമാണ് ചോദിക്കണമെങ്കിൽ അത് ശിർക്കല്ല. അപ്പൊ ഈ ശിർക്കല്ലാതെ ഒരു തർക്കവുമില്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ നിലനിന്നിരുന്നുവെന്ന് താജുദ്ദീൻ സ്വലാഹി വിശദീകരിച്ച ഈ തീരുമാനം MSM-ന്റെ സംസ്ഥാന കൗൺസിലിൽ താജുദ്ദീൻ വിശദീകരിച്ച തീരുമാനത്തിലും ISM-ന്റെ നേതൃത്വത്തിൽ എന്നിരുന്ന് CP സലീമും TK അഷ്റഫും അടക്കം കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഈ തീരുമാനത്തിൽ തർക്കമില്ലെന്ന് വിശദീകരിച്ചിട്ട് എന്നു മുതലാണ് നിങ്ങൾക്ക് നിലപാട് മാറിയത്? എന്നു മുതലാണ് ഈ തീരുമാനം തെറ്റായി മാറിയത്? തെറ്റാണെന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ഈ തീരുമാനം ശരിയല്ലെന്ന് പറയാൻ താജുദ്ദീന് സ്വാതന്ത്ര്യമുണ്ട്, CP സലീമിന് സ്വാതന്ത്ര്യമുണ്ട്, TK അഷ്റഫിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം വകവെച്ച് തരുന്ന മുജാഹിദുകൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, അതിനുള്ള പ്രമാണം എന്താണ്? ഈ തീരുമാനം തെറ്റാണെന്ന് പറയാൻ എന്ത് പ്രമാണമാണ് ഇവർക്ക് പറയാനുള്ളത്, ഈ ആളുകൾക്ക് വിശദീകരിക്കാനുള്ളത്? അങ്ങനെ ഈ തീരുമാനം അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ സക്കരിയ സ്വലാഹിനെ മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം മാറ്റി നിർത്തിയത്. മുജാഹിദ് പ്രസ്ഥാനം മാറ്റി നിർത്തിയത് സംഘടനയിൽ നിന്ന് ആരെയും ഒരാളെയും പുറത്താക്കിയിരുന്നില്ലേ, ഒരാളെയും സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നില്ലേ.
സക്കരിയ സ്വലാഹിയെ മാത്രമാണ് സംഘടന മാറ്റി നിർത്തിയത്. അപ്പോ സക്കരിയ സ്വലാഹിന്റെ വാദാണ് ശരിയെന്ന് പറഞ്ഞ് കുറെ ആളുകൾ സക്കരിയ സ്വലാഹി എന്ന മുംതാസ് രാജ്ഞിക്ക് ഒരു താജ്മഹൽ കെട്ടാൻ വേണ്ടി കുറെ ഷാജഹാൻമാര് പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ മുജാഹിദുകൾക്കിടയിൽ കുറെ ഷാജഹാൻ ചക്രവർത്തിമാർ സക്കരിയ സ്വലാഹി എന്ന പണ്ഡിതന് അദ്ദേഹത്തിന് വേണ്ടി ഒരു താജ്മഹൽ പണിയാൻ വന്നു. ഒന്ന് ആലോചിച്ചു, ഒരു കൊല്ലം മുമ്പ് വരെ നാട്ടിലെ പോസ്റ്ററുകൾ മുഴുവൻ മൾട്ടി പോസ്റ്ററുകൾ, നെയിൽ മുക്കിയ പോസ്റ്ററുകൾ, സക്കരിയ സ്വലാഹി കാസർഗോഡ്, സക്കരിയ സ്വലാഹി കാഞ്ഞങ്ങാട്, സക്കരിയ സ്വലാഹി തിരുവനന്തപുരത്ത്, സക്കരിയ സ്വലാഹി വയനാട്ടില്, സക്കരിയ സ്വലാഹി പുളിക്കല്. ഇന്ന് സക്കരിയ സ്വലാഹിയുടെ ഒരു പോസ്റ്റർ കേരളക്കരയിൽ കാണാനുണ്ടോ? സക്കരിയ സ്വലാഹിയുടെ പ്രസംഗത്തിന്റെ ഒരു ബോർഡ് കേരളത്തിന്റെ മണ്ണിൽ കാണാനുണ്ടോ? ഞാൻ ഈ പുളിക്കൽ നിന്നുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് വളരെ ശക്തമായി പറയട്ടെ, 2 പ്രാവശ്യം ഈ പുളിക്കലിന്റെ മണ്ണിൽ മുജാഹിദുകൾക്ക് ഖണ്ഡനം പറയാൻ സക്കരിയ സ്വലാഹി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഈ സക്കരിയ മൗലവിയെ കൊണ്ടുവന്ന ആളുകളോട് മുഴുവൻ PN അബ്ദുൽ ലത്തീഫ് മദനി അടക്കം അദ്ദേഹത്തിന്റെ മക്കൾ MSMന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി ദുരുപയോഗം ചെയ്ത് MSMന്റെ പേരുപയോഗിച്ച് അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരടക്കം സക്കരിയ സ്വലാഹിയുടെ വലത്തും ഇടത്തുമിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി ന്യായം പറഞ്ഞവർക്ക് സക്കരിയ സ്വലാഹിയുടെ ഒരു പരിപാടി ഈ പുളിക്കലിന്റെ മണ്ണിൽ നടത്താൻ ധൈര്യമുണ്ടെങ്കിൽ അവർ സംഘടിപ്പിക്കട്ടെ, അവര് നടത്തട്ടെ. നടത്തിയാൽ കാണാം എന്താ അവസ്ഥ എന്നുള്ളത്. അതിന് കഴിയില്ല, ഇന്നതിനവർക്ക് സാധ്യമല്ല. ഏതവസ്ഥയില ഇയാളെ തന്നെ ഏതൊരു നേതാവിന് വേണ്ടിയാണോ ഞങ്ങൾ ഉറക്കൊഴിച്ച് പണിയെടുത്തത്, ആ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയണ എന്താ വെച്ചാൽ സക്കരിയ സ്വലാഹിന്റെ പ്രസംഗം തന്നെ കേൾക്കാൻ പോകാൻ പാടില്ല. സക്കരിയ സ്വലാഹിയുടെ പ്രസംഗം തന്നെ പ്രോഗ്രാം തന്നെ കേൾക്കാൻ പോകാൻ പാടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇവിടെ പുളിക്കൽ എത്ര വലിയ വിശദീകരണ യോഗങ്ങളാണ് നടന്നത്. സക്കരിയ സ്വലാഹിന്റെ പ്രസംഗത്തിന് ജാമിയ സലഫിയിലോ മദീനത്തുൽ ഉലൂമിലോ ഏതോ പഠിക്കുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് രാത്രി ചാടിപ്പോയതിന്റെ പേരിൽ ആ ഉത്തരവാദിത്തപ്പെട്ടവര് അതിന് നടപടിയെടുക്കും. ഒരു ഹോസ്റ്റലാകുമ്പോൾ തോന്നുമ്പോൾ കയറി വരാനും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും പാടില്ലേ. അപ്പൊ സംഘടന അല്ലെങ്കിൽ ആ സ്ഥാപനം അതിന് നിയമങ്ങൾ ഉണ്ടാക്കും. അതിനിവിടത്തെ പ്രസംഗം KNMന് ആദർശം നഷ്ടപ്പെട്ടു, KNMന് നട്ടല് നഷ്ടപ്പെട്ടു. ഒരു പരിപാടി കേൾക്കാൻ പോകരുതെന്നാണ് പറയുന്നത്. ഇവിടെ കാന്തപുരം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ചേകന്നൂർ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ മുജാഹിദുകൾക്ക് ആദർശമില്ല, ജമിയത്തുൽ ഉലമക്ക് ആദർശമില്ല എന്ന് പ്രസംഗിച്ച് നടന്ന ആളുകൾ, ആ പ്രസംഗം ഇന്ന് നമുക്ക് കേൾക്കാനൊരു പൂതിയുണ്ടാകുമല്ലേ? അന്നത്തെ മുജാഹിദുകൾക്കെതിരെ നടത്തിയ ആ പ്രസംഗം നമ്മളൊന്ന് ഓർമ്മക്ക് വേണ്ടി നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. അവരൊന്ന് പ്രസംഗിക്കട്ടെ. സുനാമി കഴിഞ്ഞ ഉടനെ കണ്ണൂർ കടപ്പുറത്ത് ഒരു തങ്ങള് പഴം മന്ത്രിച്ചൂതി എറിഞ്ഞ്, അതിനെപ്പറ്റി ബിസ്മിയുടെ മുൻ ഡയറക്ടറുടെ പ്രസംഗം തന്നെ എന്താ? വിശക്കുന്ന മനുഷ്യന്റെ കുടലിലേക്കെറിയേണ്ട പഴം കടലിലേക്കെറിഞ്ഞ പൊട്ടൻ എന്ന് വിളിച്ചത് ആരെയാ? വലിയൊരു പ്രസിഡന്റിനെ. എന്നിട്ട് കത്ത് കൊടുത്തോ? ഇല്ല, ഞമ്മക്ക് തരൂ. അതിന് വേറെ ചില കാരണം ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെ രണ്ടാളെ ഇങ്ങനെ തട്ടി 2009 മുതൽ തട്ടുന്ന രണ്ടാൾ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് മനസ്സിലായല്ലോ. ഇന്നലെ പറഞ്ഞു കാണിച്ചത് വാൽച്ചേരത്തെ 27 ഇവിടുത്തും കണ്ടില്ലേ ആ വ്യത്യാസം. അത് നമ്മുടെ പവറാ അല്ല, നമ്മുടെ ഒരു ആദർശം പറഞ്ഞു ആൺകുട്ടികളെ പോലെ ജീവിച്ചു, അത് കണ്ടു ജനം അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാരും ഒന്ന് മനസ്സിലാക്കി, മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രസംഗം കേൾക്കാൻ പോകരുതെന്നോ, എന്നിട്ട് അതിന്റെ പേരിൽ പള്ളിന്റെ ഇമാമിനെ പിരിച്ചുവിടുകയെ, ഖത്തീബിനെ പിരിച്ചുവിടുകയെ, മദ്രസാധ്യാപനെ പിരിച്ചുവിടുകയെ, കുട്ടിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയേ, ഓഫീസിൽ നിന്ന് പുറത്താക്കിയേ. എന്തൊരു പുതുമയായത്! അതാ ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല, അത് ഇതിനെ മൊത്തത്തിൽ കൈയടക്കിയവരാണ്. അല്ലെ, നിങ്ങൾ ആലോചിച്ചോ, AP സുന്നികൾ പോലും സ്റ്റേറ്റ് ലെവലിൽ മുജാഹിദുകളുടെ പ്രസംഗം കേൾക്കുന്ന സർക്കുലർ അയച്ചതിന്റെ കോപ്പി ഉണ്ട് എവിടെങ്കിലും? അടുത്ത പോയിന്റ് ആണ്, ശ്രദ്ധിക്കണം. AP സുന്നികൾ പോലും ഓരോ പള്ളിയിലെ മൊയ്ലിയമാര് പറയും പോണ്ട, കേൾക്കണ്ട, ആകണ്ട. പക്ഷെ AP കാന്തപുരം ഗ്രൂപ്പിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട്, കേൾക്കണ്ട. അങ്ങനെ അയച്ചിട്ടവര് പോകാതിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരുപാട് മൊയ്ലിയമാരില്ലേ, ഓലൊക്കെ മുജാഹിദാവോ? ഓലങ്ങനെ ഒരു സർക്കുലറും പോണ്ട, ആകണ്ട, കേൾക്കണ്ട പറഞ്ഞിട്ട് നമ്മൾ പറയലെന്താ? അന്ന് നമ്മൾ ഓതിയ ഒരു ആയത്തുണ്ട്, അതിപ്പോ വരെ ഖുർആനിൽ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈ സർക്കുലർ അയച്ചോലെ ഖുർആനിലെ ആയത്തുണ്ടോ? ഏതാ? അത് പണ്ടൊക്കെ കേസറ്റ്, ഇപ്പൊ അത് എനിക്കിപ്പോ അടുത്ത് ഞാൻ പല കേസറ്റ് ഇറങ്ങുമ്പോ അത് കാണലില്ല. അപ്പൊ മുമ്പേ ഒരു പ്ലാനിങ് ഉണ്ട്, ഈ ആയത്ത് തൽക്കാലം ജനങ്ങൾ മറന്നോണം, കാരണം ഒരു സർക്കുലർ വരാൻ പോവുകയാണല്ലോ. കുറച്ച് ലോങ് ടേം പ്രോഗ്രാമാണ് ചെങ്ങായിന്റെ ഒക്കെ, നമ്മളെ വലിയ ഉസ്താദിട്ടുണ്ട്.
കുറച്ച് ലോങ് ടൈം പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതൊക്കെ ഇങ്ങനെ മങ്ങി വന്നു. പോലെ കയ്യിലുള്ള ഉണ്ടോ നമുക്ക് അറിയില്ല. കാരണം എന്താ, നമ്മുടെ സുന്നികള് കല്ലെറിയുമ്പോ കൂക്ക് വിളിക്കുമ്പോ പോരുത് എന്ന് പറയുമ്പോ നമ്മളെല്ലാരും പറഞ്ഞാണെന്ത്, ഇനി സർക്കുലർ അയച്ചവർക്ക് ഓതാൻ പറ്റുമോ? ഓതാൻ പറ്റുമോ? അപ്പൊ ഇസ്ലാമിനെ നശിപ്പിച്ചതാര്? ഖുർആനിനെതിരെ പ്രവർത്തിച്ചതാര്? വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. സൂറത്ത് സാഫാത്തില പഠിച്ചോളി 22 ആയത്താ. കാഫിറുകൾ പറഞ്ഞു ഖുർആൻ ഓതിയ പ്രസംഗത്തിന് പോകരുത്. നമ്മൾ ആ കൂട്ടത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നത് കാഫിറുകളാകാൻ, നിഷേധികളാകാൻ, ധിക്കാരികളാകാൻ. നിങ്ങൾ ആലോചിച്ചോ, യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും പോലും നമ്മൾ എന്തുകൊണ്ടാ നമ്മൾ പോണം, കാണണം, കേൾക്കണം എന്ന് പറയുന്നത്? നമ്മുടെ ആദർശത്തിന് അജയ്യതയുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ട്. അപ്പൊ ഇന്ന് ഈ ഒരു അവസ്ഥ, ഇന്ന് ഈ കാഫിറുകളാകാൻ പോകുന്നവരും അതുപോലെ തന്നെ തങ്ങളുടെ പ്രസംഗം, നേതാവിന്റെ പ്രസംഗം കേൾക്കരുതെന്ന് പറയുന്നവരും ഇന്ന് ഈ പറഞ്ഞ വാചകങ്ങൾ മുഴുവൻ 1000 മടങ്ങിൽ ചെന്ന് തറക്കുന്ന ആളുകളെ സംബന്ധിച്ച് സക്കരിയ സ്വലാഹി അദ്ദേഹത്തിന്റെ സങ്കടം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ കേൾക്കാൻ പോകരുതെന്നാണ് ഇന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. ഹിസ്ബിയത്ത്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക. ഇന്ന് അതല്ല നടക്കുന്നത്. സംഘടനയ്ക്ക് വേണ്ടി സ്നേഹിക്കുക, സംഘടനയ്ക്ക് വേണ്ടി വെറുക്കുക. നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ള, നമ്മുടെ സംഘടനയോട് സഹകരിക്കുന്ന ആൾ, അയാൾ എത്ര മോശക്കാരനാണെങ്കിലും അവനോടൊരു പാർട്ടി സ്പിരിറ്റിന്റെ പേരിലുള്ള ബന്ധം. മറ്റൊരാൾ സംഘടനയിൽ സഹകരിക്കുന്നില്ല, അയാളെ വിശ്വാസം അഖീദ ശരിയാണ്, അയാളെ മൻഹജ് ശരിയാണ്, അയാൾക്കൊരു കുഴപ്പവും നമുക്ക് പറയാൻ, പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും പറയാനില്ല. എന്നാലും അയാളോട് നമ്മൾ നിസ്സഹകരിക്കണം. അത് പാർട്ടി താല്പര്യമാണ്. സക്കരിയ സ്വലാഹിക്ക് അഖീദയിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. മൻഹജിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു മസലയിൽ പോലും ഞങ്ങൾക്ക് അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസമില്ല. എന്നാ സക്കരിയ സ്വലാഹിന്റെ പരിപാടി കേൾക്കാൻ പോകാൻ പറ്റുമോ? അത് നമ്മൾ കേൾക്കാൻ പോണെന്ന് പറയില്ല. ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിന് പോകാൻ പറ്റൂല. എന്താ നമ്മളെങ്ങനെ മറ്റൊരാളുടെ അവരെ പരിപാടി വിജയിപ്പിക്കലാവൂലേ? അത് ഞാൻ ചോദിക്കട്ടെ, അബ്ദുറഹ്മാൻ സലഫി കൂട്ടരും പറഞ്ഞപ്പോ എന്ത് വീറോടെ നമ്മൾ പറഞ്ഞത്? പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമാണോ? അല്ലദീന യസ്തമിഊനൽ ഖൗലക ആയത്തോതി. ഇപ്പോഴോ ഇനി ആയത്ത് എവിടെ ഓതുക? ഇനിയിപ്പോ ആയത്ത് ഓതാൻ പറ്റില്ലോ. അപ്പൊ അതാണ്, ഇതാണ് ഹിസ്ബി. അപ്പൊ ഇന്ന് ഈ ആയത്ത് ഓതാൻ പറ്റില്ലല്ലോ. ഏത് മുജാഹിദ് ബാലുശ്ശേരി നേരത്തെ പറഞ്ഞത് ആർക്കാണ് ഇപ്പൊ തിരിച്ച് ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ജിന്നുവാദികൾ ആരുടെ കൂടെയാണ്? സക്കരിയ സ്വലാഹിയുടെ കൂടെയാണോ? അതോ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ കൂടെയാണോ? CP സലീമിന്റെ കൂടെയാണോ? സാജിദ് തിരൂരങ്ങാടിയുടെ കൂടെയാണോ? ആരുടെ കൂടെയാണ്? സക്കരിയ സ്വലാഹി പടയോട്ടം നടത്തുന്നു. കേരളം മുഴുവൻ വീണ്ടും ഒരു പടയോട്ടം. പുളിക്കൽ വന്നതുപോലെ പുളിക്കൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയെന്ന് എന്റെ ഓർമ്മ. അന്ന് PN അബ്ദുൽ ലത്തീഫ് മദനി ഇവിടെ വിശദീകരണ യോഗം നടത്തിയപ്പോൾ ഒരു ക്ലിപ്പ് ഹനീഫ മൗലവി കേൾപ്പിച്ചിരുന്നു, ഒരു നസറുദ്ദീന്റെ കഥ. ഇന്ന് ഈ നസറുദ്ദീൻ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ കൂടെയുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ മുജാഹിദുകൾക്ക് വലിയ താല്പര്യമുണ്ട്. പറയണം, ആരോടൊപ്പമാണ് ഇവിടുത്തെ ജിന്നുവാദികൾ? സക്കരിയ സ്വലാഹിയുടെ കൂടെയാണോ? സക്കരിയ സ്വലാഹിയുടെ കൂടെ അല്ലെങ്കിൽ സക്കരിയ സ്വലാഹിക്ക് പറ്റിയ തെറ്റെന്താ അത് പറയട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുത്തം പറഞ്ഞു സക്കരിയ സ്വലാഹിക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞ മൂപ്പര് വെള്ള വസ്ത്രം ധരിക്കണം എന്നാണ് പറയുന്നത്. എപ്പോഴും വെള്ളക്കുപ്പായം ധരിച്ച് പുറത്തിറങ്ങണം എന്നാണ് മൂപ്പരുടെ വാദം. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല അത് വെള്ള വസ്ത്രം ധരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതല്ലേ? അപ്പൊ നിങ്ങളും ഹദീസ് നിഷേധികളായോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരാളോട് വിദ്വേഷം വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറയുക. ഇപ്പൊ സക്കരിയ സ്വലാഹിയുടെ ആദർശത്തോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ എന്ത് തോന്നിയാസം പറയുന്ന ഈ സംഘടനാവാദികളുടെ ഏർപ്പാട് ശരിയായ നിലപാടൊന്നുമല്ല. നമ്മുടെ അവസ്ഥ എന്താ പറയുക? ഇപ്പോ സക്കരിയ സ്വലാഹി ജസ്റ്റിസ് ഫോർ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കേണ്ട അവസ്ഥയില്ല. ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ സാധുവിന് ആളില്ലേ, ആരും സമ്മതിക്കണില്ലേ. അതുപോലെ സക്കരിയ സ്വലാഹിയുടെ പരിപാടി കേൾക്കാൻ പോകാൻ പാടില്ലേ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനാ നേതൃത്വം AP അബ്ദുൽ ഖാദർ മൗലവിയുടെയും TP അബ്ദുള്ള കോയ മദനിയുടെയും അഹമ്മദ് അലി മദനിയുടെയും മുഹമ്മദ് മദനിയുടെയും മുഹീദ്ദീൻ ഉമരിയുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് സംഭവിച്ച തെറ്റെന്താണ് എന്ന് ഇനിയൊന്ന് നിങ്ങൾ വിശദീകരിക്കുക. സക്കരിയ സ്വലാഹിയുടെ ആദർശമാണ് ശരിയെന്ന് പറഞ്ഞ് നാട് മുഴുവൻ ഓടിയവരെ സക്കരിയാക്ക് പറ്റിയ തെറ്റെന്താ വിശദീകരിക്കുക. നിങ്ങൾ പറയൂ. നിങ്ങൾ അല്ലെങ്കിൽ എന്തിനാ സക്കരിയാന്റെ പരിപാടി കേൾക്കാൻ പോകരുതെന്ന് പറയുന്നത് എന്ന് മാത്രല്ല,
എത്രത്തോളം എന്നറിയോ? സക്കരിയ സ്വലാഹിന്റെ പരിപാടി കേൾക്കാൻ പോകരുതെന്ന് മാത്രല്ല, സക്കരിയ സ്വലാഹി പ്രസംഗിക്കണ വേദിയിൽ ബാലുശ്ശേരി മൗലവി പ്രസംഗിക്കില്ല എന്ന്. ബാലുശ്ശേരിക്കാരൻ ഞാൻ പ്രസംഗിക്കണ സ്റ്റേജിൽ പോകും കയറില്ല എന്നാ പറയുന്നത്. അതുമാരാ പറയുന്നത്? സക്കരിയ സ്വലാഹി തന്നെ അത് വിശദീകരിക്കട്ടെ. സക്കരിയ സ്വലാഹിനെ പറയട്ടെ. ഇപ്പൊ ഹിസ്ബിയത്ത് നമുക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതിന് തെളിവാണല്ലോ. അപ്പൊ എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്റെ വിശ്വാസത്തിലോ ആചാരത്തിലോ എന്റെ ഒരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഈ സംഘടനാ സെറ്റപ്പ് ഇങ്ങനെ പോയാൽ കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അതിന് തൽക്കാലം മാറി നിൽക്കാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ കുറിച്ച് എന്തെല്ലോ പ്രചരിപ്പിച്ചു. ഇപ്പോ ഞാൻ പള്ളി ഉണ്ടാക്കുമ്പോ പള്ളിക്കൊരു ചെരുണ്ടാക്കണം, അത് റുക്യാശരയ്ക്കുള്ള ചെരുവായിരിക്കണം. അവിടെ ചിലപ്പോൾ മൂത്രയിക്കാനും പ്ലാസ്റ്റിക്കൊക്കെ റുക്യ നടത്തുന്ന പോലെ, അതുകൊണ്ട് അങ്ങനെ ചെരുണ്ടാക്കണം. അപ്പൊ പള്ളിക്ക് ഇനി 3 വാതിൽ വെക്കണം, ആണുങ്ങൾക്ക് കയറാനുള്ളത്, പെണ്ണുങ്ങൾക്ക് കയറാനുള്ളത്, റുക്യക്കാർക്ക് കയറാനുള്ളത്. എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽ പെട്ട അയാളെ പരിപാടിക്ക് ഞാൻ സ്വാഗതം പറയില്ല. പൂനൂരൊരുത്തം പറഞ്ഞതാ, ഒരു ബാലുശ്ശേരിക്കാരൻ പറയാത്രേ, അയാൾക്ക് എല്ലാ പള്ളിയിലും ചിന്നറക്കൽ കേന്ദ്രം തുടങ്ങുന്ന അയാളെ അഭിപ്രായം. എനിക്കങ്ങനെ അഭിപ്രായമില്ല. ഞാൻ എന്തേ പറഞ്ഞ റുക്യ ശറയ്യ എന്ന് പറയുമ്പോ ഇപ്പോഴും നമുക്കൊരു ചെടിപ്പ് തീർന്നിട്ടില്ല. റുക്യ ഉണ്ട് റുക്യ ശറയ്യ ഉണ്ട്, അങ്ങനെ ഒരു എന്ന കളിയാ. അപ്പൊ എന്തിനാണ് സക്കരിയ സ്വലാഹിക്ക് സ്വാഗതം പറയാൻ അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് നടന്നവരെ നിങ്ങൾ ഇന്ന് തയ്യാറാകാത്തത്? മറുപടി പറയണം. എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം? അദ്ദേഹത്തിന് കണ്ട കുഴപ്പങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ഇന്ന് കാണുന്ന കുഴപ്പം. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഒരുത്തന്റെ പ്രസംഗം എന്താ? അത് ദമ്മാജ് സലഫിസത്തിലേക്കാണ് ഇപ്പൊ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ദമ്മാജ് സലഫിസം എന്നാ ഇന്ന് ചില കുട്ടിമൗലവിമാര് കുട്ടികളോട് ക്യാമ്പസിലൊക്കെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ദമ്മാജ് സലഫിസത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ കേൾക്കണോ? ഒരു 1.5 കൊല്ലം മുമ്പ് ഏപ്പിന്റെ പ്രസംഗം കേൾക്കണ്ട, അബ്ദുറഹ്മാൻ സലഫിന്റെ കേൾക്കണ്ട, TP അബ്ദുള്ള കോയമദിന്റെ കേൾക്കണ്ട, ISMന്റെ ഇന്നത്തെ പ്രസിഡന്റ് ആദരണീയനായ എന്റെ ഗുരുനാഥൻ ഡോക്ടർ AI അബ്ദുൽ മജീദ് സ്വലാഹി, അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ ചലനങ്ങളെ കുറിച്ച് പഠനം നടത്തി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രഭാഷണങ്ങൾ മുജാഹിദ് സമ്മേളനത്തിൽ അടക്കം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടോ. ഈ പോക്ക് ദമ്മാജ് സലഫിസത്തിലേക്കാണ് എന്ന് 1 കൊല്ലം മുമ്പ് മുജാഹിദുകൾ പറഞ്ഞതാ. ഇപ്പോഴാ കുറച്ച് നേതാക്കന്മാർക്ക് മുപ്പര് വേറൊരു സലഫിസത്തിലേക്ക്. അത് മുജാഹിദുകൾ അന്ന് പറഞ്ഞപ്പോ അന്നത്തെ ഇസ്ലാഹു മാസിക ജനുവരി മാസത്തെ മറിച്ചു നോക്കിക്കോ, മുജാഹിദ് പ്രസ്ഥാനവും അബ്ദുൽ മജീദ് സ്വലാഹിയൊക്കെ സലഫികളെ എതിർത്ത് അഖ്ലാനിയത്ത് പ്രചരിപ്പിക്കുന്നവരാണ് എന്നാക്ഷേപിച്ചവരെ ആ അഖ്ലാനിയത്തിലേക്കല്ല ഇന്ന് നിങ്ങൾ തിരിച്ചു വന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു അതിലേക്ക് നേരെ ഇങ്ങോട്ട് തിരിച്ചു വരിക. ഇതൊക്കെ എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുട്ടികൾ പ്രസംഗിച്ചു നടന്നതാ. ഇതൊന്നും ഇന്ത്യക്ക് കേരളത്തിലെ സലഫികൾ പഠിപ്പിച്ചതല്ല. ഇവിടത്തെ മുജാഹിദ് പണ്ഡിതന്മാരുടെ ആദർശമല്ല ഇത്. ലോകത്തുള്ള സലഫികളായ പണ്ഡിതന്മാരുടെ ആദർശമല്ല ഇത്. ഒരു പ്രത്യേകതരം സലഫിസം ഇറക്കുമതി ചെയ്യാനുള്ള പ്രവർത്തനമാണ്. അബ്ദുൽ മജീദ് സ്വലാഹിന്റെ പ്രസംഗങ്ങൾ എടുത്തു കേട്ടോ, ഒന്ന് കേട്ടു നോക്കിക്കോ. മജീദ് സ്വലാഹിനെ അഖ്ലാനി എന്ന് പറഞ്ഞ് വലിയ അങ്ങനെ ആക്ഷേപിച്ച് നിർത്താതെ അവരുടെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് കേട്ടു നോക്ക്. ഇന്ന് കേൾക്കാം ഇവര് പറയുന്ന അതേ വാദങ്ങൾ മജീദ് സ്വലാഹിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ്. അതിനെന്താണെന്നറിയോ? ലോകത്തെ കുറിച്ച് പഠിക്കണം, അഹന്ത മാറ്റിവെക്കണം, അഹങ്കാരം മാറ്റിവെക്കണം, തങ്ങൾ ഏറ്റവും വലിയവരാണ് എന്ന ചിന്ത മാറ്റിവെക്കണം. എന്നിട്ട് പക്വതയുള്ള കുട്ടികളായി ഈ നേതൃത്വത്തെ അനുസരിച്ച് തിരിച്ചു വരണം. ഇനി എന്താണ് നമുക്കിടയിലെ പ്രശ്നം? പറയൂ, വിശദീകരിക്കൂ. ഈ സക്കരിയ സ്വലാഹി എന്ന് മാത്രമല്ല, സക്കരിയ സ്വലാഹി പറയുന്നത് ഞാൻ പലപ്പോഴും ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതാണ്. ഞാൻ പലപ്പോഴും ഇതൊന്നൊക്കെ ഒഴിവാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്നൊക്കെ വിചാരിച്ച് മുപ്പര് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതാ. ഇപ്പൊ സഹോദരങ്ങളെ, സക്കരിയ സ്വലാഹി സംഘടനയിൽ നിന്ന് ഇന്നപ്പോ ഓരോ കാര്യങ്ങളും പടച്ച റബ്ബിങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അനുഗ്രഹം നൽകി എന്നത് എന്റെ മുന്നിലെ കാരണവന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ പ്രാർത്ഥനകൾക്ക് അല്ലാഹ് ഉത്തരം ചെയ്തു എന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. സത്യങ്ങൾ ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സക്കരിയ സ്വലാഹിക്കയോട് സംഘടനയുടെ ഉള്ളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ പുറത്തു പറയാൻ പറ്റൂ എന്നാണ് നേതൃത്വം പറഞ്ഞത്. അപ്പോഴാണ് സക്കരിയ സ്വലാഹി അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഷാജഹാന്മാരൊക്കെ കൂടി ഈ മുംതാസ് രാജ്ഞിയും കൊണ്ടിട്ട് ഒരു താജ്മഹൽ കെട്ടാൻ വേണ്ടി ഓടിയത്. ഇപ്പൊ എന്താ പറയുന്നത്? സക്കരിയ സ്വലാഹി തന്നെ പറയും, ഞാൻ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചപ്പോൾ ഈ മഹാന്മാരൊക്കെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്ക്, എന്നിട്ട് ഈ പ്രസ്ഥാനത്തൊന്ന് കുട്ടിച്ചോറാക്കിയിട്ട് താങ്കൾ പുറത്തിറങ്ങിപ്പോയാൽ മതി എന്നോട് പറഞ്ഞത്. നിങ്ങൾ അവിടെ നിൽക്ക്, പുറത്താക്കട്ടവര്, അവര് നിങ്ങളെ പുറത്താക്കട്ടെ, എന്നിട്ട് പുറത്തു പോയാൽ മതി എന്ന് മുജാഹിദുകൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കിയവരാരാണ് എന്ന് ഇന്നിതാ സക്കരിയ സ്വലാഹി തുറന്നു പറയുന്നു. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് നമ്മളൊന്ന് കേട്ടോളൂ. അദ്ദേഹം അതൊന്ന് വിശദീകരിക്കട്ടെ. നാം സങ്കര സമൂഹത്തിൽ കൂടുതൽ ലയിക്കാൻ
പിന്നെ ഒരു സംശയം ഉണ്ടാവും, എന്താ ഇപ്പൊ സക്കരിയ സുലാഹിന്റെ സൗണ്ട് മാത്രം? കുറെ കാലമായിട്ട് ഇപ്പൊ സക്കരിയ സുലാഹിന്റെ വീഡിയോ ഉള്ള CD ഒന്നും പുറത്തിറങ്ങണില്ല, അദ്ദേഹത്തിന്റെ CD ഒന്നും കിട്ടാനില്ല. ഈ ബൈലക്സിലൊക്കെ ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ കിട്ടുമെന്നല്ലാണ്ട് സക്കരിയ സുലാഹിന്റെ CD-നോടൊന്നും ഒരു താല്പര്യമില്ല. കുട്ടികളിങ്ങനെ പള്ളിക്കൽ വരുമ്പോഴും കുട്ടികളിങ്ങനെ നാട്ടിലൂടെ നടക്കുമ്പോഴും ഫയലിന്റെ അകത്തും സക്കരിയ സുലാഹിന്റെ CD-യും സക്കരിയ സുലാഹിന്റെ പോസ്റ്ററും സക്കരിയ സുലാഹിന്റെ ലഘുലേഖയും സക്കരിയ സുലാഹിന്റെ കുപ്പായത്തിന്റെ ആ നീളവും സക്കരിയ സുലാഹിന്റെ തഖ്വയും തസ്കിയത്തും പറഞ്ഞ് ഈ നാട്ടിലൂടെ കുട്ടികൾ നടന്നതൊക്കെ ഇന്നൊരു മധുരിക്കുന്ന ഓർമ്മകളായി നമുക്ക് അവശേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നൊന്നുമില്ല. സക്കരിയ സുലാഹിയെ സംബന്ധിച്ച് ചോദിക്കുന്നത് പോലും വെറുപ്പായി മാറാനുള്ള കാരണം എന്താണ്? ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്ക്. എന്തുകൊണ്ടാണ് ഈ സക്കരിയ മൗലവിയെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്താൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പറയണം മറുപടി. മുജാഹിദ് നേതൃത്വം പറയാത്ത എന്ത് കുറ്റമാണ് സക്കരിയ സുലാഹിക്കുന്നുള്ളത്? അവര് പറയണം. സക്കരിയ സുലാഹി അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. വേറിട്ട് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തോടെ മാറി നിൽക്കാൻ നാം പലപ്പോഴും പരിശ്രമിച്ചില്ല. അങ്ങനെയുള്ള ഒരു ലയിക്കലിലേക്ക്, ഒരു വെള്ളം ചേർക്കലിലേക്ക് മടവൂർ വിഭാഗം കൊണ്ടുപോയപ്പോഴാണ് അത് തെറ്റാണെന്ന് പറയാൻ ഞങ്ങളിൽ ചിലർ രംഗത്ത് വന്നത്. അന്ന് മടവൂരികൾ പറഞ്ഞെന്താ? കണ്ടോ, സംഘടനയിൽ പുതിയ ഭിന്നതയ്ക്ക് തുടക്കം കുറിക്കാൻ ചില ആളുകളെ നേതൃത്വം കയറൂരി വിട്ടിരിക്കുന്നു എന്നാണ്. അതെന്നെപ്പോഴും ചില ആളുകൾ പറയുന്നത്. ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഒരു ഭിന്നിപ്പിന് തുടക്കം കുറിക്കാണ്, ഐക്യം തകർക്കാണ്, നമ്മുടെ ഈ സെറ്റപ്പിനെ പൊളിക്കാണ്, പുതിയ കക്ഷി ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രചരണമാണ് യഥാർത്ഥത്തിൽ കക്ഷിത്വം ഉണ്ടാക്കുന്നത്. ഈ പ്രചരണമാണ് അനൈക്യം ഉണ്ടാക്കുന്നത്. വേറിട്ടൊരു അഭിപ്രായം പറയാൻ ഇന്ന് ആർക്കും സ്വാതന്ത്ര്യമില്ല എന്നാണോ? ഒരു കൂട്ടായ്മയിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾ പറയുന്നതിനെതിരായി പ്രമാണങ്ങൾ വെളിച്ചത്തിൽ ഒരാൾ പറഞ്ഞാൽ അയാൾ ഐക്യം തകർക്കുന്നവരും ചിദ്രതക്കാരനുമായി മുദ്രകുത്തുക. ഞങ്ങളുടെ നിലപാടിൽ നിങ്ങൾ നിൽക്കാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. രണ്ട് നിലപാട് ഇതിനകത്ത് പറ്റൂല. ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളുടെ നിലപാടിലേക്ക് വരണം, അത് സാധ്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക് വരണം. നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വരുന്നില്ലേ, നിങ്ങൾ മാറി നിൽക്കണം. അല്ല, ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് നിൽക്കണോ? നിങ്ങൾ നമ്മുടെ സ്റ്റേജിൽ വന്നാൽ ഞങ്ങളൊക്കെ പറയുന്നത് പോലെ നിലപാട് പറയേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷെ എതിർപ്പുണ്ടാകാം, പക്ഷെ മിണ്ടാൻ പാടില്ല. അതിവിടെ പറയാം, സ്റ്റേജിൽ പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയും. അതാണ് പ്രശ്നം. ഇത് ആരാ ഇപ്പൊ പറയുന്നത്? ഞങ്ങൾ മറുപടി പറയും. ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ഈ സംഘടന കൂട്ടായ്മ ലജ്ന എടുക്കുന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സ്റ്റേജിൽ മറുപടി പറയും. ഈ പുളിക്കലല്ലേ ലേറ്റ് എക്സിബിഷൻ? പുളിക്കത്തെ മുജാഹിദുകൾ മറന്നിട്ടില്ലല്ലോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മനസ്സിൽ ഭിന്നതക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സക്കരിയ സുലാഹി എന്ന ആ മുംതാസ് രാജ്ഞി തന്റെ ചരിത്രപരമായ പടയോട്ടം ആരംഭിക്കാൻ തീരുമാനിച്ച് കുറെ ഷാജഹാന്മാരോടൊപ്പം ഈ പുളിക്കലെത്തി ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി തങ്ങളുടെ ആശയം വിളിച്ചു പറഞ്ഞതിന്റെ വെളിപ്പാടകലിൽ നിന്ന് ഒരു വർഷത്തിനിപ്പുറം മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചറിയുന്നു മുജാഹിദുകളുടെ തീരുമാനവും അബ്ദുറഹ്മാൻ സലഫിന്റെ നിലപാടുമായിരുന്നു ആ ശരിയെന്ന്. അല്ലേ? സലഫി മറുപടി പറഞ്ഞതിനാ വലിയ കുറ്റം. ഇന്നെന്താ ഇവർ പറഞ്ഞത്? തീരുമാനം എടുത്തതിനെതിരെ പ്രസംഗിച്ചാൽ ഞങ്ങൾ മറുപടി പറയും. നിങ്ങളെന്ത് അബ്ദുറഹ്മാൻ സലഫിന്റെ മാതിരി ആയോ? എന്താ ഇപ്പൊ KNM-ന്റെ നിലപാടിലേക്ക് എത്തിയോ? പിന്നെന്തിനാ വേറിട്ട് നിൽക്കുന്നത്? പോന്നൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്, തിരിച്ചു വന്നുകൂടെ? ഇനി എന്തിനാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, സക്കരിയ സുലാഹി വീണ്ടും പറയട്ടെ, അവിടെയാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെന്താ ചെയ്യാ? 10 കൊല്ലം നമ്മൾ സഹിച്ചത് ഇതാണ്. അവിടെയും ഞാൻ ഒറ്റക്കാണ്. നിങ്ങൾക്കറിയാം, ചില ആളുകളൊക്കെ ചോദിക്കും, ആരുണ്ടായിരുന്നില്ലേ? ആരുണ്ടായിരുന്നില്ല. അബ്ദുൽ കുസ്വല്ലം ഇല്ലേ? പറപ്പൂരില്ലേ? ഉണ്ട്. അവരപ്പുറം അല്ലാതെ മിണ്ടാണ്ടക്കും. ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കും. അന്നാ ഞാൻ അടുത്ത അജണ്ട എടുക്കുക. അവിടെയും ഞാൻ ഒറ്റക്കാണ്. ഇന്ന് പറയുന്നത് എല്ലാവരും അപ്പുറത്ത്, മൂപ്പരൊറ്റക്ക്. അവിടെ 10 കൊല്ലം നമ്മൾ അതന്നെ അനുഭവിച്ചത്. ഒറ്റക്ക് തന്നെ ഒന്ന് പോരാടിയത്. അന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോരാൻ എനിക്ക് വയ്യ. നിങ്ങൾ ഇറങ്ങിയത് പുറത്താക്കട്ടോല്. അതുവരെ നിങ്ങൾ അവിടേക്ക് പിടിച്ചു നിൽക്കും. പുറത്താക്കട്ടോല്. അതിന് ഞാൻ ഇവിടെ കാത്തുന്നില്ല എന്ന് മാത്രം പറഞ്ഞ മനസ്സിലായില്ലേ? അതിന് കാത്തുന്നില്ല. ഞാൻ വേണ്ട ഇറങ്ങി. ഇനി ഒരു അപ്പോ ഞാനിങ്ങോട്ട് ഇറങ്ങി, ഞാൻ അതിന് കാത്തു നിന്നില്ല. എന്താ പറപ്പൂര് പറഞ്ഞത്? എന്താ ഹക്കുസുല്ലമി പറഞ്ഞത്? അവിടെ തന്നെ നിൽക്ക്, അവര് പുറത്താക്കട്ടെ. ആദരണീയനായ പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മൗലവിയോട് മുഴുവൻ ആദരവും സ്നേഹവും വെച്ചുകൊണ്ട് പറയട്ടെ, ഈ സംഘടന താങ്കളെ സ്നേഹിച്ചതുപോലെ ആരെയാണ് മൗലവി സ്നേഹിച്ചത്? ഈ സംഘടന താങ്കളെ ഇഷ്ടപ്പെട്ടതുപോലെ ആരെയാണ് മൗലവി ഇഷ്ടപ്പെട്ടത്? താങ്കൾക്ക് നൽകിയ അധികാരങ്ങൾ പോലെ ആർക്കാണ് മൗലവി അധികാരങ്ങൾ നൽകിയത്? എന്നിട്ട് താങ്കൾ ഇത് ചെയ്യരുതായിരുന്നു മുജാഹിദുകളോട്, പാവപ്പെട്ട മുജാഹിദുകളോട്. ഈ ഉമ്മയും മക്കളും ബാപ്പയും മക്കളും
തമ്മിൽ തല്ലി ഈ തെരുവുകളിൽ പിച്ച് ചീന്താനുള്ള കാരണക്കാരനായി താങ്കൾ ഞങ്ങൾക്ക് കാണേണ്ടി വരരുതായിരുന്നു മൗലവി. താങ്കൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു മുജാഹിദുകളോട്. എന്താ സക്കരിയ സ്വലാഹി ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചപ്പോൾ ഇവരൊക്കെ പറഞ്ഞത്, അവിടെ തന്നെ നിൽക്ക് സക്കരിയ, അന്നോല് പുറത്താക്കട്ടെ, അപ്പൊ ഒരു ബലിയാടായിട്ട് വരുമ്പോ ഞങ്ങളൊക്കെ താങ്കളോടൊപ്പം ഉണ്ടാകാം. എന്തിനായിരുന്നു നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ കുത്തിപ്പിളർത്തിയത്? എന്തിനായിരുന്നു ഈ പ്രസ്ഥാനത്തെ ചവിട്ടിമെതിച്ചത്? ഈ സമൂഹത്തിന്റെ മുന്നിലും ഈ സമുദായത്തിന്റെ മുന്നിലും പാവപ്പെട്ട മുജാഹിദുകളെ തമ്മിലടിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ഇനി ഗണ്ണനം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ട്. അത് പറയണം. എന്തായിരുന്നു സക്കരിയ സ്വലാഹിയെ ഈ രൂപത്തിൽ സംഘടനക്കുള്ളിൽ പിടിച്ചു നിർത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം? അതിന്റെ ലാഭം എന്താണ്? അധികാരമായിരുന്നെങ്കിൽ ചോദിച്ചാൽ പോരായിരുന്നു? മുജാഹിദുകൾ പറപ്പൂർ മൗലവി താങ്കൾക്ക് തരുമായിരുന്നല്ലോ, താങ്കൾക്കത് തരുമായിരുന്നല്ലോ. താങ്കൾക്ക് ഈ അടുത്ത് ഒരു MGM-ന്റെ ഒരു നേതാവ് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്, എന്നെ സംഘടന പരിഗണിച്ചില്ല. താങ്കളത് പറയരുതായിരുന്നു മൗലവി, താങ്കളെപ്പോലുള്ളവർ അത് പറയരുത്. പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മൗലവിയെ ഈ സംഘടന ആദരിച്ചതുപോലെ ആരെയാണ് ആദരിച്ചിരിക്കുന്നത്? ഈ സംഘടന സ്ഥാനം കൊടുത്തതുപോലെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന് ആരാണ് സ്ഥാനം കൊടുത്തത്? ഈ സംഘടനയുടെ ഏത് സമ്മേളനം വന്നാലും, ഏത് യോഗങ്ങൾ വന്നാലും, ഏത് തെരഞ്ഞെടുപ്പുകൾ വന്നാലും കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് കഴിഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആളുണ്ടായിരുന്നുള്ളൂ. അത്രയും സ്നേഹം നൽകി ഹൃദയം തുറന്ന് നിങ്ങളെ സ്നേഹിച്ച മുജാഹിദുകളെ താങ്കൾ ഇങ്ങനെ ചതിക്കരുതായിരുന്നു മൗലവി, താങ്കൾ ഇങ്ങനെ ചതിക്കരുതായിരുന്നു. പറയൂ, ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ നിലപാട് പറ. ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിൽ ഒപ്പിട്ട കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ ആ തീരുമാനത്തിൽ എങ്ങനെയാണ് ഒപ്പിട്ടത്? ഞങ്ങൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ കാതുകളിൽ നിന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞ വാചകം, ഞാൻ എന്റെ മനസ്സിൽ വിശ്വാസമില്ലാതെയാണ് പറപ്പൂർ താങ്കൾ ഒപ്പിട്ടതെന്ന് താങ്കൾ പറയരുത്. ഞങ്ങൾക്കത് സഹിക്കാനുള്ള കരുത്തില്ല. കാരണം അങ്ങയെ ഹൃദയം തുറന്ന് സ്നേഹിച്ചവരായിരുന്നു മുജാഹിദുകൾ, അങ്ങനെ ഹൃദയം തുറന്ന് ഇഷ്ടപ്പെട്ടവരായിരുന്നു മുജാഹിദുകൾ. പക്ഷേ ഈ സംഘടനയെ ഇത്രമാത്രം തകർക്കാനും തരിപ്പണമാക്കാനും കുത്തിപ്പിളർത്താനും ഈ പ്രവർത്തകന്മാരെ തമ്മിലടിപ്പിച്ച് നടുറോട്ടിലിട്ട് തമ്മിൽ തല്ലിക്കാനും താങ്കൾ കാരണക്കാരനായി എന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇരിക്കുന്ന ആ നൂറുകണക്കിന് കാരണവന്മാരുടെ, നൂറുകണക്കിന് മുജാഹിദുകളുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥന തടുക്കാനും സഹിക്കാനും പറപ്പൂർ താങ്കളുടെ കൈകളിൽ ആയുധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരായുധത്തിനും താങ്കൾക്ക് നേരെ കടന്നു വരുന്ന പ്രാർത്ഥനകളെ തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരണം. ഇനിയും ഇതിനേക്കാളും നല്ല അവസരങ്ങളില്ല, ഇതിനേക്കാളും നല്ല സമയങ്ങളില്ല. ഇന്നിപ്പോ ഞാൻ ഓലോടിഞ്ഞൊരു യുദ്ധത്തിന് ഇല്ല. എന്താ കാരണം? ഓല കൂട്ടത്തിൽ ചർച്ചയിട്ട് പറയാൻ പറ്റുന്ന ഓലും പറയുന്നത് ഇതന്നെയല്ലേ കൂട്ടരെ ജമിയത്തുൽ ഉലമയും പറഞ്ഞത്. ജമിയത്തുൽ ഉലമയിൽ ചർച്ച ചെയ്തതിനു ശേഷം സക്കരിയ ഈ വേദി പറഞ്ഞാൽ മതി. അപ്പൊ എന്താ പറഞ്ഞത്? KNM ഇതാ സത്യം മറച്ചു വെക്കുന്നു, KNM ഉം KJ-യും ഭീരുക്കളാണ്, ആദർശ ഭീരുക്കളാണ്. എവിടെ നാവിട്ട് നാഴികക്ക് 40 വട്ടം ആദർശ ഭീരുത്വം എന്ന് വിളിച്ചു പറഞ്ഞവരെ എവിടെ? മുജാഹിദുകൾ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് കാണാൻ കഴിയുന്നില്ല. എന്ന് മാത്രല്ല, എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ സക്കരിയ സ്വലാഹി തന്റെ സങ്കടം പറയുന്നത് എത്ര വലിയതാന്ന് പറഞ്ഞു. സക്കരിയ സ്വലാഹിനെ വേദിയിൽ ഇരുത്തിയിട്ട് ഒരുത്തം മറുപടി പറഞ്ഞു, വേദിയിലിരുത്തി മറുപടി. അതും അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. സക്കരിയ സ്വലാഹിയെ വേദിയിലിരുത്തി മറുപടി പറയുന്നു. ഉലമാക്കളോട് ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് എന്നെ തന്നെ ഇരുത്തിയിട്ട് എടുത്ത മറുപടി വരാ. സലഫി ഉലമാക്കളോട് ചോദിക്കേണ്ട ആവശ്യമല്ല. എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? അവർക്ക് പാലക്കാട് സാഹചര്യം, കണ്ണൂർ സാഹചര്യം അവർക്ക് മനസ്സിലാവുമോ? വേറുള്ളടത്തൊക്കെ സാഹചര്യം സലഫി ഉലമാക്കൾക്ക് മനസ്സിലാവും. UK സാഹചര്യം, അമേരിക്കയിലെ സാഹചര്യവും ആസ്ട്രേലിയയിലെ സാഹചര്യം ഒക്കെ മനസ്സിലാവും. ഇവിടുത്തെ സാഹചര്യം മാത്രം ഇവിടെ മനസ്സിലാകാത്ത സാഹചര്യമാണ്. ഇന്ത്യയിലും കേരളത്തിലും പറഞ്ഞാൽ എന്താ ഈ പറയണത്? മനസ്സിലാകും. പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ സലഫി മനഹജും വേണ്ടേ? എന്താ സലഫി ഉലമാക്കളോട് ചോദിക്കണമെന്ന് പറഞ്ഞതിന് എന്തിനാണ് സക്കരിയ സ്വലാഹിയെ വേദിയിലിരുത്തി മറുപടി പറഞ്ഞത്? ആകെ അതല്ലേ KNM-നുള്ള കുറ്റം. സലഫി ഉലമാക്കളോട് ചോദിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, സലഫി ഉലമാക്കളെ ആദരിക്കാത്തവരാണ്, സലഫി ഉലമാക്കളെ ബഹുമാനിക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ടല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഈ മുംതാസ് രാജ്ഞിയെയും കൂട്ടി ഷാജഹാൻമാരെ നിങ്ങൾ ഓടിയത്? ഇന്ന് ഈ രാജ്ഞീനെ വലിച്ചെറിഞ്ഞിട്ട് ഓലും പറയുന്നത് എന്താ? സലഫി ഉലമാക്കൾക്ക് ഇപ്പൊ കണ്ണൂരത്തെ സാഹചര്യം മനസ്സിലാവോ? സലഫി ഉലമാക്കൾക്ക് ഇപ്പൊ പാലക്കാട്ടെ സാഹചര്യം മനസ്സിലാവോ? ഇതിനപ്പോ നമ്മൾ സലഫി ഉലമാക്കളോട് ചോദിക്കുന്നത് എന്താ? അപ്പൊ നിങ്ങളും അക്കലാനികളായോ? നിങ്ങളിപ്പോ സലഫി മനജ് ഇല്ലാത്തവരായോ? ഇപ്പൊ സലഫി മനജ് വേണ്ടാത്തവരായോ?
ഏത് സലഫികളുടെ കൂടെയാണ് ഇപ്പൊ ഇവിടുത്തെ ജിന്നുവാദികൾ? സക്കരിയ സ്വലാഹി പറയുന്ന ലോക സലഫികളുടെ കൂടെയാണോ? സലഫി മനഹജ് ഇല്ലെന്ന് സക്കരിയ സ്വലാഹി പറയുന്ന കേരളത്തിലെ ജിന്നുവാദികളുടെ കൂടെയാണോ? ആരുടെ കൂടെയാണ് പുളിക്കത്തെ ജിന്നുവാദികൾ ഉള്ളത്? പറയണം, അവര് മറുപടി പറയട്ടെ. ആരോടൊപ്പമാണ് അവരുള്ളത്? ഇത് വേദിയിലിരുത്തി മറുപടി പറഞ്ഞ എപ്പോഴാണെന്നറിയോ? ഇവിടെ കടവത്തൂർ ഒരു ഐക്യ പരിപാടി നടത്തി. എല്ലാവരും ഭിന്നതയാണെന്നൊക്കെ നാട്ടുകാർ അറിയാൻ തുടങ്ങിയപ്പോൾ CP സലീമും ഹുസൈൻ സലഫിയും സക്കരിയ സ്വലാഹിയും ഒക്കെ വേദിയിൽ ഇരുന്നിട്ട് കടവത്തൂർ ഒരു പരിപാടി, എല്ലാവരെയും ഒന്ന് ഐക്യപ്പെടുത്തിക്കൊണ്ടൊരു പരിപാടി. അങ്ങനെ ഐക്യപരിപാടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ CP സലീം ഗ്യാപ്പിലൊരു ചോദ്യം, അല്ലെങ്കിലും ചതിയും വഞ്ചനയും കൂടപ്പിറപ്പാക്കിയ സലീം ചതിയിലും വഞ്ചന കാണിക്കാൻ ഒരു മടിയും കാണിക്കില്ലെന്ന് മുജാഹിദുകൾക്ക് നന്നായിട്ടറിയാം. സക്കരിയ സ്വലാഹി വേദിയിൽ ഇരിക്കണമുണ്ട്. CP സലീം ഒരു കുറിപ്പ് ചോദ്യം കൊടുത്തേച്ച്. ആ ചോദ്യം സംഘടനയെ കുറിച്ച് അഭിപ്രായം പറയണം. അപ്പൊ സംഘടന രൂപീകരണത്തെ കുറിച്ചൊരു ചോദ്യം. അപ്പൊ ചോദ്യത്തിന് മറുപടി സക്കരിയ സ്വലാഹിനെ കൊണ്ട് പറയിപ്പിച്ചില്ല. പണ്ട് അബ്ദുറഹ്മാൻ സലഫി സക്കരിയ സ്വലാഹിയെ മറുപടി പറയാൻ സമ്മതിക്കുന്നില്ല. അബ്ദുറഹ്മാൻ സലഫി ജമിയത്തിന്റെ യോഗത്തിൽ മൈക്ക് കയ്യിലെടുക്കുന്നു. അബ്ദുറഹ്മാൻ സലഫി സക്കരിയ സ്വലാഹിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് സങ്കടം പറഞ്ഞവരെ നിങ്ങൾ ഇന്നെവിടെ? എവിടെ നിങ്ങൾ? സക്കരിയ സ്വലാഹിയെ സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാണോ അതോ സക്കരിയ സ്വലാഹിയെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിലാണോ? ആരുടെ കൂട്ടത്തിലാ? CP സലീമിന്റെയും DK അഷ്റഫിന്റെയും താജുദ്ദീന്റെ ഒക്കെ കൂട്ടത്തിലാണോ അതോ സക്കരിയ സ്വലാഹിന്റെയും സാജിദ് രംഗാടിയുടെയും യാസർ ബഗരയുടെയും റഷീദ് യലവറയുടെയും കൂടെയാണോ നിങ്ങളുള്ളത്? പറയണ്ടേ? ഇപ്പോ പരിപാടി വെച്ചിട്ട് വിളിച്ചു ചോദിക്കുക, എന്താ ഇപ്പൊ നടത്തണോ വേണ്ടേ? പല സ്ഥലത്തും പ്രോഗ്രാമുകൾ ക്യാൻസൽ ആകുന്നു, പല സ്ഥലത്തും നടക്കുന്നില്ല. എങ്ങനെ ഇപ്പൊ ഇത് നടത്തുക? ആരപ്പ കൂടെ ഉള്ളത്? ആരൊക്കെ ഇപ്പൊ ഒപ്പുള്ളത്? ആരൊക്കെ ഇപ്പൊ എന്താ പറയുക? യഥാർത്ഥത്തിൽ സംഘടന വേണ്ടെന്ന് സക്കരിയ സ്വലാഹിക്ക് വാദില്ല. ഇതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, സക്കരിയ സ്വലാഹി ജസ്റ്റിസ് ഫോറം നമ്മൾ ഉണ്ടാക്കേണ്ട അവസ്ഥയില്ല. അദ്ദേഹത്തിന് ഇല്ലാത്ത വാദങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കെട്ടിവെക്കല്ലേ. സംഘടന വേണ്ടെന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയാസ് കുട്ടികളുടെ ഇടയിലൊക്കെ പറഞ്ഞു കൊടുക്കും, സക്കരിയ സ്വലാഹി സംഘടന വേണ്ടെന്നാണ് പറയുന്നത്, സക്കരിയ സ്വലാഹി സംഘടനക്കെതിരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ. എന്നാൽ യഥാർത്ഥത്തിൽ സക്കരിയ സ്വലാഹി എന്താണ് പറയുന്നത് അതിനെ കുറിച്ച്? മുന്നോട്ട് എന്നെ കുറിച്ചുള്ള വ്യാപകമായ ആക്ഷേപം ഞാൻ സംഘടന തിന്മയാണെന്ന, സംഘടന ഹറാമാണെന്ന സുബൈർ മങ്കടയുടെ വാദമാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ്. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞു, എനിക്ക് ആ വാദമില്ല. ഞാനത് എഴുതി കൊടുത്ത എന്റെ കത്ത് നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ നമ്മുടെ പണ്ഡിത സമിതിയിൽ കൊടുത്ത് എല്ലാ പലർക്കും വിതരണം ചെയ്തിട്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ സംഘടന ജായിസാണെന്ന് സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആ സംഘടന ജായിസ് ആകണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. നിരുപാധികം സംഘടന ഉണ്ടാക്കാൻ, തോന്നിയ പോലെ ഉണ്ടാക്കാൻ പണ്ഡിതന്മാർ അനുവാദം കൊടുത്തിട്ടില്ല. ആ ഷർത്തുകൾ പാലിക്കുന്ന സംഘടനാ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. നമുക്ക് എന്ത് മാറ്റങ്ങളും സ്വീകരിക്കാൻ പാകമായ ഒരു സമയമാണിപ്പോ. അതുകൊണ്ട് പഴയത് അങ്ങനെ തന്നെ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞോ, ഇപ്പൊ എന്നെ കുറിച്ച് ഒന്നും പറയാല്ല. എന്നിട്ട് എന്നെ വേറൊന്ന് ദമ്മാജുമ കൊണ്ടുപോയി കെട്ടുക. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്ന, അവരെ കുറിച്ച് എന്തിനു പറയണ്ടോ? ഇവർക്ക് പറയാൻ അറിഞ്ഞൂടാ. പുകമറകൾ സൃഷ്ടിക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ആ വാദമില്ല. എന്നാലും പൊതുജനങ്ങൾക്കിടയിൽ കുസു 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 പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. പിന്നെ സുബൈർ മങ്കടയുടെ അടുത്തുനിന്ന് തെറ്റിപ്പോന്ന യായ്ബാദുള്ള വിഷയത്തിൽ അയാൾ അബദ്ധം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോന്ന കുറെ കുട്ടികളുണ്ട്. ആ കുട്ടികളാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത്. അവരെ നിയന്ത്രണത്തിലാണ് ഞാനിപ്പോൾ. എന്താ ചെയ്യാ? ഞാന് പല സ്ഥലത്തും ഞാൻ ഓർമ്മപ്പെടുത്താണ്, എല്ലാവർക്കും വേണ്ടി പറയാണ്. റെക്കോർഡ് ചെയ്യണോലൊക്കെ റെക്കോർഡ് ചെയ്തോ. ഞാൻ പറയുന്നു, ഞാൻ ആ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്, മക്കളെ സംഘടന ജായിസാണെന്ന എന്റെ വാദം. അത് ഷർത്തുകളോടുകൂടി, ഈ പറഞ്ഞ കർശനമായ നിബന്ധനകളോടുകൂടി സംഘടന അനുവദനീയമാണെന്നാണ് എന്റെ വാദം. നിങ്ങൾ സംഘടന ഹറാമാണെന്നുള്ള നിങ്ങളുടെ വാദം നമ്മൾ ഒരിക്കലും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിൽ സലഫിയത്ത് പ്രചരിപ്പിച്ചോ, നമ്മൾ തമ്മിൽ ശത്രുത വേണ്ട. ഞാൻ ഏതായാലും ആ നിലയ്ക്ക് പ്രചരിപ്പിക്കാത്ത, ഞാൻ സംഘടന ജായിസാണെന്ന അഭിപ്രായക്കാരനാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പ്രചരിപ്പിച്ചോ, നമ്മൾ നമ്മളെ വഴിക്ക് സലഫിയത്ത് പ്രചരിപ്പിച്ചോളും എന്ന് ആ കുട്ടികളോട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവരോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പോരെ, ഇനിത് പറയോ? അപ്പൊ പച്ച കളവണ് പറയാണ്. എന്താ പറയേണ്ടെന്നില്ല, എന്തെങ്കിലും ഒന്ന് പറയണല്ലോ. അതിനു വേണ്ടിയിട്ട് ഒന്നും പറയാം. പണ്ട ഒരാളോട് അപ്പൊ ഇത് എന്താ സംഭവിച്ചാൽ, സക്കരിയ സ്വലാഹിനോട് ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഇവരെ കൂട്ടത്തിൽ ദേഷ്യം തുടങ്ങിയപ്പോ സക്കരിയ സ്വലാഹി പറഞ്ഞത്, നമ്മൾ അബ്ദുറഹ്മാൻ സലഫിന്റെ ആ സക്കരിയ സ്വലാഹിന്റെ സ്ഥാനത്തൊന്ന് സങ്കല്പിച്ചു നോക്ക്. യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ സലഫിയെ ഇവർ ടാർഗറ്റ് ചെയ്ത്
അദ്ദേഹത്തെ ഈ സമുദായത്തിനിടയിൽ ആക്ഷേപിക്കുകയും കുപ്രചരണങ്ങൾ നടത്തുകയും ചെയ്തതുപോലെ ഇന്ന് സക്കരിയാനോട് ദേഷ്യം ഉണ്ടായപ്പോൾ കുറച്ച് ആൾക്കാർ അത് പ്രചരിപ്പിച്ച് നടക്കുന്നു. സംഘടന വേണ്ടെന്ന് സക്കരിയ സുലായിക്ക് വാദമില്ല. പിന്നെന്താ വാദം? സംഘടനയുടെ ഉത്തരവാദിത്വത്തിൽ ആര് വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാ ഇവർക്ക് പ്രശ്നം. സംഘടന ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത കുറച്ച് സംഘടനാ ജീവികളുണ്ട് കൂട്ടത്തില്. അവർക്ക് സംഘടന ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. സക്കരിയ സുലാഹിയും സലഫി ഉലമാക്കളും പറയുന്ന ഷർത്ത് അംഗീകരിച്ചാൽ CP സലീം സംഘടനയിൽ നിന്ന് ഔട്ടാകും, TK അഷ്റഫ് ഔട്ടാകും, ഡോക്ടർ ഷഹദാദും K സജ്ജാദും അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാനും സംഘടനയിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് അവര് സക്കരിയ സുലായിക്ക് എതിരെ ഇപ്പൊ ആരോപണങ്ങൾ പറഞ്ഞ് നടക്കുന്നത്, ആക്ഷേപങ്ങൾ പറഞ്ഞ് നാട് മുഴുവൻ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, അദ്ദേഹത്തിന് സംഘടന വേണ്ടെന്ന വാദമില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വാദം എന്താ? പഴയ നമ്മുടെ സംഘടനാ സെറ്റപ്പിൽ ധാരാളം ദൂഷ്യങ്ങൾ ഉണ്ടെന്നും അതിനാൽ ആ സെറ്റപ്പ് തുടരേണ്ടതില്ലെന്നുമാണ് ഈയുള്ളവന്റെ നിലപാട്. പരസ്പര സഹായ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന സംഘടിത പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. ദീനീ പ്രവർത്തനങ്ങൾക്ക് സംഘടന രൂപീകരിക്കാൻ അനുമതി നൽകിയ പണ്ഡിതന്മാർ തന്നെ അതിന് വ്യക്തമായ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരായിരിക്കണം സംഘടനയ്ക്ക് നേതൃത്വം നൽകേണ്ടത്. അങ്ങനെ പണ്ഡിതന്മാരൊരു സംഘടനയ്ക്ക് നേതൃത്വം നൽകണമെന്ന സലഫി ഉലമാക്കളുടെയും സക്കരിയ സുലാഹിന്റെ വാദം അംഗീകരിച്ച CP സലീം നേതൃത്വത്തിൽ ഉണ്ടാകുമോ? അപ്പൊ പിന്നെ CP സലീം സക്കരിയ സുലാഹിനെ അംഗീകരിക്കോ? CP സലീം സക്കരിയ സുലാഹിക്കെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുമോ? TK അഷ്റഫ് സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമോ? അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമോ? K സജ്ജാദ് ഉണ്ടാകുമോ? ഇല്ല. കാരണം ഇവരൊന്നും മതപണ്ഡിതന്മാരല്ല, മതപണ്ഡിതന്മാരല്ല. അതുകൊണ്ട് തന്നെ സക്കരിയ സുലാഹിന്റെ ഈ വാദം അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പൊ എങ്ങനെങ്കിലും സക്കരിയ സുലാഹിക്കെതിരെ ആരോപണങ്ങൾ കുട്ടികൾക്കിടെ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സക്കരിയ മാത്രല്ല, 5-ാം തീയതി അടുത്തത് കോഴിക്കോട് MSS ഓഡിറ്റോറിയത്തിൽ അടുത്ത വെടി പൊട്ടിച്ചു കഴിഞ്ഞു. പൊട്ടട്ടെ, മുജാഹിദ് പ്രസ്ഥാനം കാത്തിരിക്കുന്നു കേരളത്തിന്റെ മണ്ണിൽ. അടുത്ത ആള് പൊട്ടിക്കുന്നുണ്ട് അടുത്ത ആഴ്ച, അതും കൂടി കഴിയട്ടെ, വരട്ടെയെല്ലാം. സക്കരിയ സുലാഹി പറഞ്ഞു തീർന്നതിന് മുമ്പ് മറുപടി. പണ്ടൊക്കെ എന്തായിരുന്നു കേരളത്തിലെ ഉലമാക്കൾക്കൊന്നും അറബി അറിയില്ല, കേരളത്തിലെ ഉലമാക്കൾക്കൊന്നും തൗഹീദ് തിരിയില്ല. അതുകൊണ്ട് കുറെ അവതാരങ്ങൾ. ഡോക്ടർ യാസിർ ബിൻ ഹംസ എവിടെന്നാ വരുന്നത്? അങ്ങ് മദീനത്ത് നിന്ന് തൗഹീദ് പറയാൻ മഞ്ചേരിയിലെ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ മദീനി അങ്ങ് മദീനത്ത് നിന്ന്, അഷ്റഫ് മലൈബാരി മദീനത്ത് നിന്ന്. ഇവിടുന്ന് AP-ക്ക് തൗഹീദ് അറിയില്ല, TP തൗഹീദ് അറിയില്ല, ഉമരിക്ക് തൗഹീദ് അറിയില്ല, നമ്മുടെ പണ്ഡിതന്മാർക്കൊന്നും അത് തിരിയില്ല. അങ്ങ് മദീനത്തുനിന്ന് കുറെ ആളുകൾ കേരളത്തിലേക്ക്. ഇന്ന് മദീനൊന്നും ഇല്ലേ? ഇപ്പൊ ബൈലക്സിലൊക്കെ ഡോക്ടർ യാസിർ ബിൻ ഹംസന്റെ ഒക്കെ തുടക്കത്തിൽ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഉള്ള ഒരു ദിവസം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ പറഞ്ഞ് വളരെ തിരക്കുള്ളൊരു വ്യക്തിത്വമാണ് ഡോക്ടർ യാസിർ ബിൻ ഹംസ. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സൗഭാഗ്യമാണ്. പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ എല്ലാ ദിവസവും മൂപ്പര് അവിടെ ഉണ്ട്. ഈ NB സാലിമും ജബ്ബാർ മദീനിയും അതുപോലെ സൗദി അറേബ്യയിൽ ഇത്തരം ആളുകൾ സക്കരിയ സുലാഹിയെ വാദങ്ങൾ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് കേരളത്തിലെ മുജാഹിദികളെ തകർക്കാൻ ഇറക്കിവിട്ടിട്ട് ഇന്നത് കഴിഞ്ഞപ്പോ ആര് മറുപടി? NB സാലിം മറുപടി പറയുന്നു, അബ്ദുൽ ജബ്ബാർ മൗലവി മറുപടി പറയുന്നു. കേരളത്തിൽ എന്തേ മറുപടി പറയാൻ ആളില്ലേ? എന്താ PN മറുപടി പറയാത്തത്? എന്താ TK അഷ്റഫ് മറുപടി പറയാത്തത്? എന്താ CP സലീം മറുപടി പറയാത്തത്? എന്താ താജുദ്ദീൻ മറുപടി പറയാത്തത്? എന്താ ഫൈസൽ മുസ്ലിയാർ മറുപടി പറയാത്തത്? എന്താ ഫൈസൽ മുസ്ലിയാരും സക്കരിയ സുലാഹിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സക്കരിയ സുലാഹി പറഞ്ഞ വാദങ്ങൾ മുഴുവൻ അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്ത ആളല്ലേ ഫൈസൽ മുസ്ലിയാർ. പുഴയിൽ വീണ ആ ജിന്നു വിളി അത് ശിർക്കല്ലെന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ? നാരിയ സ്വലാത്ത് ശിർക്കല്ലെന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ? സക്കരിയ സുലാഹി പറഞ്ഞ ഏത് വാദാ ഫൈസൽ മുസ്ലിയാർ പറയാത്തത്? പക്ഷെ ഇന്നെന്താ ഫൈസൽ മുസ്ലിയാരെ കൂടെ കൂട്ടി സക്കരിയ സുലാഹിയെ ഒറ്റപ്പെടുത്താൻ എന്തിനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഈ ജനങ്ങളോട് പറയണം. അത് ഈ ജനങ്ങളുടെ മുന്നിൽ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. മദീനിമാരെയൊക്കെ വലിയ ആളുകൾ ഇങ്ങനെ കേരളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി ആളുകളൊക്കെ ഇങ്ങനെ കണ്ടു. മഞ്ചേരിയിലൊക്കെ പരിപാടിന്റെ പ്രോഗ്രാം നോട്ടീസൊക്കെ ഒന്ന് എടുത്തു വെച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ ജനങ്ങളെ ഇന്നൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരൊന്നുമില്ല, ഒക്കെ വീഡിയോ കോൺഫറൻസിൽ ഡോക്ടർ യാസിർ ബിൻ ഹംസ, അബ്ദുൽ ജബ്ബാർ, ഇത് മദീനത്തെ ഉലമാക്കളാണ് ദീന് പറയുന്നത്. എവിടെ? സക്കരിയ മൗലവിന്റെ കൂടെ എവിടെ? അതോ ജബ്ബാർ മദീനിയുടെ കൂടെയാണോ കേരളത്തിലെ മുജാഹിദുകളായി പുറത്തുപോയ ജിന്നുവാദികൾ ഉള്ളത്? അതോ ആഗോള പണ്ഡിതനെന്ന് സക്കരിയ സുലാഹി സന്ദർശിക്കാത്ത ലോകം? ഇന്നത്തെ ജിന്നുവാദികളുടെ
അവരുടെ വിദ്യാർത്ഥി ഘടകത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരുത്തൻ ഒരു ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, സക്കരിയ സുലാഹിയേക്കാളും വലിയ പണ്ഡിതൻ കേരളത്തിലുണ്ടോ? അഹമ്മദ് ബിൻ ഹംബലിന് തെറ്റുപറ്റുമോ? അപ്പോൾ പറയാം അഹമ്മദ് ബിൻ ഹംബലിന് തെറ്റുപറ്റും. ഇമാം നവവിക്ക് തെറ്റുപറ്റോ? ഇമാം നവവിക്ക് തെറ്റുപറ്റും. സക്കരിയ സുലാഹിക്ക് തെറ്റുപറ്റോ? സക്കരിയ സുലാഹിക്ക് തെറ്റുപറ്റില്ല. അദ്ദേഹം എത്ര വലിയ പണ്ഡിതനാ. സക്കരിയ സുലാഹി കാണാത്ത കിതാബുകളുണ്ടോ? സക്കരിയ സുലാഹി പോകാത്ത രാജ്യങ്ങളുണ്ടോ? സക്കരിയ സുലാഹി സംസാരിക്കാത്ത പണ്ഡിതന്മാരുണ്ടോ? എന്തേ ഇത്ര വലിയ ഈ ഉലമാക്കളുടെ രാജകിരീടം ഇന്ന് എന്താ കൂട്ടരെ നിങ്ങൾക്ക് വേണ്ടാത്തത്? എന്തുകൊണ്ടാണ് വേണ്ടാത്തത്? മുജാഹിദ് പ്രസ്ഥാനം പറയാത്ത ഏത് കുറ്റങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്? പറയണം, വിശദീകരിക്കണം. നിങ്ങൾ വിശദീകരിക്കണം, പറയണം. ഇവിടെ ഈ ജിന്ന് ക്ലിനിക്കും ജിന്ന് ചികിത്സയും വാദം കേരളത്തിൽ പറയാൻ തുടങ്ങിയതിന്റെ ശേഷവും സക്കരിയ സുലാഹിയെയും കൂട്ടി കേരളക്കരയിൽ പടയോട്ടം നടത്തിയവരല്ലേ ജിന്നുവാദികൾ? എന്തിനായിരുന്നു സക്കരിയ സുലാഹിയെയും കൂട്ടി നിങ്ങൾ ഈ കേരളക്കരയൊട്ടാകെ നടന്നത്? എന്തിനാ നടന്നത്? ഒന്ന് പറഞ്ഞു കൊടുക്കി ജനങ്ങളോട്, ഒന്ന് പറഞ്ഞു കൊടുക്ക്, വിശദീകരിച്ചു കൊടുക്കി ജനങ്ങളോട്. ഇന്ന് എന്താണ് കൂട്ടരെ നിങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ടാത്തത്? എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ടാത്തത്? യാസർ ബിൻ ഹംസ 10 പിരിയൻ സംവാദം കഴിഞ്ഞതിന്റെ അന്ന് രാത്രി ബൈലക്സിലൊരു വിശദീകരണം. അബ്ദുറഹ്മാൻ സലഫി വസീലത്തു ശിർക്ക് എന്ന പദപ്രയോഗത്തിലാണ് ആ സംവാദത്തെ കെട്ടിയിടാൻ ശ്രമിച്ചത്. അതിലെന്താണ് പ്രസക്തി? എന്താ ഇപ്പൊ മൂപ്പരെ വിവരം? വസീലത്ത് ശിർക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം. അബ്ദുറഹ്മാൻ സലഫി നിങ്ങളെ പോലത്തെ ആളല്ല. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളെ സംബന്ധിച്ച് വിവരമുള്ള ആളാണ്. അദ്ദേഹത്തിന് നിലപാടുകളും നയങ്ങളും അറിയാം. വസീലത്ത് ശിർക്കിന് തെളിവുദ്ധരിച്ച് ഖുർആനിന്റെ ആയത്ത് പറഞ്ഞ ഫൈസൽ മുസ്ലിയാരും കേരളത്തിലൊട്ടാകെ അതിന് ന്യായം പറഞ്ഞു നടന്ന ഫൈസൽ മുസ്ലിയാരുടെ അനുകൂലികളായ ഈ ജിന്നുവാദികളും ഒരാളും ആയത്ത് ന്യായീകരിക്കാൻ വന്നിട്ടില്ലല്ലോ. എന്താ താജുദ്ദീൻ ന്യായീകരിക്കാത്തത്? പറയട്ടെ. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെ സൂറത്തിന് നാമിൽ ആയത്ത് വിശദീകരിക്കാൻ താജുദ്ദീന് കഴിയോ? സുഹൈർ ചുങ്കത്തരണ്ട് ചോദിച്ചു ഒരിക്കൽ ഒരു കുട്ടികള്, സർ ഈ 128ാമത്തെ ആയത്തിനെ കുറിച്ച് എന്താ സുഹൈർ മൗലവി പറഞ്ഞത്? അത് ഫൈസൽ മുസ്ലിയാരോട് ചോദിക്കണം, മൂപ്പരാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ആര്? സുഹൈർ മൗലവി. കഷ്ടം. സുഹൈർ മൗലവി ആരാ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭൂമികയിൽ പിറന്നു വീണ സുഹൈർ മൗലവി, തൗഹീദിന്റെ പതാകയുമേന്തി കേരളക്കരയിൽ പറന്നു നടന്ന സുഹൈർ ചുങ്കത്തറ. അദ്ദേഹത്തിന് ഖുർആന്റെ ആയത്ത് ചോദിച്ചപ്പോൾ അത് ഫൈസൽ മൗലിയാർ പറയണം. ഹുസൈൻ സലഫിനോട് ചോദിച്ചു, എന്താ പറഞ്ഞത്? അത് ഫൈസൽ മുസ്ലിയാരോട് ഏൽപ്പിച്ചിരിക്കുന്ന അദ്ദേഹം പറയും. താജുദ്ദീനോട് ചോദിച്ചു, എന്താ പറഞ്ഞത്? അത് ഫൈസൽ മുസ്ലിയാർ പറയും. മുജാഹിദ് ബാലിശ്ശേരിയോട് ചോദിച്ചു, നമ്മുടെ ഫഹദ്, എന്താ പറഞ്ഞത്? അത് ഫൈസൽ മുസ്ലിയാർ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ചോദിച്ചു, നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ലേ? എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ മാത്രം എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഖുർആനിലൊരു ആയത്ത് ഇവർക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ മാത്രം ബോധ്യപ്പെട്ടിട്ടില്ല അല്ലേ? ഒരായത്ത് ബോധ്യപ്പെടാതെ കിടക്കുമ്പോ ഈ ആയത്ത് വസീലത്ത് ശിർക്കിന് തെളിവായിട്ട് ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ട് 10 പിരിയത്തെത്തുമ്പോഴോ ഞാനത് ഓതിയിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ വിശദീകരിക്കുന്നതിനേക്കാളേറെ ഇന്നത്തെ ജിന്നുവാദികളുടെ അവസ്ഥ എന്താണെന്ന് ബഹുമാന്യനായ നമ്മുടെ ജൗഹർ ഐനിക്കോട് വിശദീകരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിശദീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജൗഹർ മൗലവി വിശദീകരിക്കട്ടെ. എനിക്ക് അദ്ദേഹത്തെ പോലെ വിശദീകരിക്കാൻ അപര്യാപ്തതയുള്ളത് കൊണ്ട് അദ്ദേഹം അത് വിശദീകരിക്കട്ടെ. ഒരു കുട്ടി വാപ്പാനോട് ഒന്ന് പറഞ്ഞു, വാപ്പാ നിങ്ങൾ ക്ഷമിക്കണം, കേട്ടയിത്തുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പൊ 10 ചോദ്യം ഉണ്ടായിന്, 5 എണ്ണം പഴിച്ചിരുന്നു. അപ്പൊ വാപ്പ തലയിലൊക്കെ കൊട്ടി സമാധാനിച്ചു, സാരല്ലോ എന്നെ 10 എണ്ണല്ലേ, 5 എണ്ണല്ലേ പഴിച്ചിട്ടുള്ളൂ, ബാക്കി 5 എണ്ണം ഉണ്ടാവൂലേ? ഓൻ പറഞ്ഞു, വാപ്പ ബാക്കി 5 എണ്ണം എഴുതിയിട്ടില്ല. നമ്മളൊരു ആകെ ഉണ്ടായിന് ഒരു ലൈഫായ ഹദീസായി. അപ്പൊ എല്ലാരും വിചാരിച്ച ഒരു ആയത്തുണ്ടല്ലോ, കേട്ടു നോക്കുമ്പോ ആ ആയത്തിൽ അത് ഇല്ലോലോ. ഇതുപോലെയായി. എന്നിട്ട് ഞാൻ പറയാം, ഇതൊക്കെ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു തരുമ്പുണ്ടോ കിട്ടാൻ? ഇല്ല. അപ്പൊ ഇത്രയും ഉഷാറായി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് പരലോകത്ത് ഉപകരിക്കണമെന്ന് കരുതിയിട്ട് ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുക. അത്രയും അധിഷ്ഠിതമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് ഇത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എവിടെ? നിങ്ങളെ വീട്ടിലും നിങ്ങളെ കുടുംബത്തിലും. യാ അല്ലാ, രാത്രിയാവുമ്പോൾ എവറഡിന്റെ മുമ്പ് എല്ലായിടത്തും ചെയ്ത്താൻ പറമ്പും ചെറുത്താൻ തൊടുകയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനവും എവറടി ടോർച്ചും ഏകദേശം ഒരേ കാലത്തിലാണ് വന്നത്. ഇത് രണ്ടുമാണ് വന്നപ്പോ ഒരുവിധം പറമ്പൊക്കെ ഒഴിഞ്ഞതായി. ഇപ്പൊ ടോർച്ചൊക്കെ ചൈനയായപ്പോ ചൈന മുജാഹിദ് ഇറങ്ങി തുടങ്ങി. വെളിച്ചമല്ല, അടിച്ചവിട്ട് കണ്ണും കാണൂല. അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ പത്തപ്പിരിയൻ സംവാദം കഴിഞ്ഞതോടുകൂടി നമ്മുടെ നാട്ടിലെ ജിന്നുവാദികളുടെ കോലം ഈ രൂപത്തിലായി. ആകെ ഒരു ദുർബല ഹദീസ് അങ്ങനെ പറഞ്ഞ് എത്ര കാലം നടക്കും? ആ ഒരുത്തം പറഞ്ഞത് വാറോലയല്ലെന്ന് പറയാൻ പാടില്ല എന്ന് ഒരുത്തം പറഞ്ഞു. അതൊന്നുകൂടി നമ്മൾ കേട്ടോ, വാറോലയല്ലെന്ന് പറയാൻ പറഞ്ഞത്. അദ്ദേഹം പറയാണ്, ഈ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ്? ഒരു വാറോലയായ ഹദീസ് എന്നാണ്. ഒരു വാറോലയായ ഹദീസ്. ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ്. ഹദീസ് വഹീഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്കുമ് ഹദീസിന് പറയരുത്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ ഒരു ബാലുശ്ശേരിക്കാരൻ മൗലവിന്റെ പ്രസംഗ ഹദീസ് ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതന്മാരാകുമ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. എന്താ വാറോലെന്ന് പറയാൻ പാടില്ല. വാറോലെന്ന് പറഞ്ഞാല് അത് ഈ തൊള്ളെ തോന്നിയ ഹുക്കുമ ഹദീസിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പറയുന്നത് കേട്ടാ തോന്നി നമുക്കിത് ജിന്നുവാദികള് ആഗോള ഹദീസ് പണ്ഡിതന്മാരാണ് എന്ന്. എന്നാൽ ഈ ചങ്ങാതിയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നയിച്ച KP മുഹമ്മദ് മൗലവി അൽമനാറിൽ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സനദും റാബിയും ഇല്ലാത്ത വാറോലയാണ് ഈ റിപ്പോർട്ടെന്ന്. എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ CP സലീം അടക്കം ഹുസൈൻ സലഫി അടക്കം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഇവരൊക്കെ വാറോല എന്നല്ലേ പ്രസംഗിച്ചത്? ഇത് പ്രസംഗിച്ചത് ഈ സിറാജുൽ ഇസ്ലാമിന് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ CP സലീമിന്റെ പ്രസംഗം അദ്ദേഹം നടത്തുന്നത്. CP സലീം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മൾ പറയും ലൈഫാണ്. മുജാഹിദ് പ്രത്യേകതയാ. ബാലവേദി കുട്ടികൾ പറയും അത് ലൈഫാണ്. എന്താ കാര്യം? നമ്മളെ കുട്ടികൾ CD കാണും, എല്ലാരും CD കാണും. മണ്ണാർക്കാട് വെച്ച് ഒരു തെളിവില്ല, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു തെളിവില്ല. അവസാനം പറഞ്ഞു കുടുങ്ങി, ഇനി മറ്റതെടുത്തോ ചെവിയിലേ. അങ്ങനെ സുലൈമാൻ സഖാഫി ഇതാ തെളിവ് മൗലവി എന്ന് പറഞ്ഞു. വലിയ തെളിവ് കിട്ടിയപ്പോഴും അപ്പൊ എന്താ നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത്? മുസ്ലിയാരെ, നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. ഖുർആനും സ്വഹീഹ, ഇത് വാറോലല്ല മുലിയാരെ, ഇത് ലൈഫാണ്. ഇതിന്റെ ദുർബലത പണ്ഡിതന്മാര് വ്യക്താക്കിയിട്ടുണ്ട്. അവിടെ പൊളിച്ചതാ നമ്മള്. യാ ഇബാദല്ലാ ഐനൂനി എന്ന് പറയുന്ന ഹദീസ് ലൈഫാണ്. അപ്പൊ ഇത്ര ശക്തി അത് വാറോലയാണ് മുസ്ലിയാരെ എന്ന് ഈ കേരളത്തിലെ മുജാഹിദികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതില്ലെന്ന് CP സലീമിന് എന്നാണ് മാറ്റമുണ്ടായത്? അതാ മുജാഹിദികൾക്ക് അറിയേണ്ടത്, അതാ വിശദീകരിക്കേണ്ടത്. എന്താ മറ്റോൻ പറഞ്ഞത് വാറോല എന്ന് പറയാൻ പാടില്ല, തൊള്ളെ തോന്നിയ ഹുക്കും പറയാൻ പറ്റുമോ? എന്നാ CP സലീമിനോട് മറുപടി പറ. എന്നിട്ട് രണ്ടും ഒരു വേദിയിലല്ലേ പ്രസംഗിക്കുന്നത്? ഒരുത്തനപ്പുറത്ത് നിന്ന് വാറോല, ഒരുത്തൻ ഇപ്പുറത്ത് നിന്നൊരു വാറോലയല്ല. ആര് പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? ആര് പറയുന്ന ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ബാലവേദി കുട്ടികൾക്കറിയാവുന്ന സത്യത്തെ നിഷേധിക്കുന്ന ബാലുശ്ശേരിക്കാരൻ മൗലവിന്റെ വാക്കാണോ മുജാഹിദുകൾ സ്വീകരിക്കേണ്ടത്? എന്തിനാ കൂട്ടരെ നിങ്ങൾ മുജാഹിദുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയത്? എന്തിനാ മുജാഹിദുകളെ തമ്മിൽ തെറ്റിച്ചത്? എന്തിനാ മുജാഹിദ് മനസ്സുകളെ തമ്മിൽ അകറ്റിയത്? വിശദീകരിക്കണ്ടേ ഇവരാരെങ്കിലും? ഇന്ന് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഒപ്പം നിൽക്കാൻ? ആരെങ്കിലും ഉണ്ടോ ഇത് പറയാൻ? ആരെ നമ്മൾ കാണാനില്ല. ഇവരൊക്കെ ഇന്ന് പോസ്റ്റർ ഒട്ടിക്കാനുമില്ല, നാട്ടില് ഒന്നിനും കാണാനില്ല, ഒന്നിനും. ഇപ്പോ എവിടെ ജൗഹർ മൗലവി പറഞ്ഞ പോലെ പത്തപ്പിരിയൻ സംവാദം കഴിഞ്ഞപ്പോ ആകെ ഒരു ദുർബല ഹദീസ്, അത് തന്നെ പല അഭിപ്രായം. ഹുസൈൻ സലഫി പണ്ട് പറഞ്ഞു ചർച്ച ചെയ്യണ്ട, ഇപ്പൊ പറഞ്ഞ ചർച്ച ചെയ്യണം, ആ ഫയൽ വാങ്ങണം, ആ ഫയൽ വാങ്ങി പഠിക്കണം. ഏത് ഈ ബാലവേദ കുട്ടികൾ പോലും ദുർബലമാണ്, സ്വീകരിക്കരുതെന്ന് പറഞ്ഞ ദുർബല ഹദീസിനെ കുറിച്ച് ഹുസൈൻ സലഫിന്റെ അഭിപ്രായം എന്താ? ഹുസൈൻ സലഫി പറയാനുള്ളത്, അദ്ദേഹം പറയുന്നത് ഈ ഫയൽ വാങ്ങി പഠിക്കണം തൗഹീദ്. പിന്നെ നിങ്ങൾ എന്താ ഹുസൈൻ സലഫിന്റെ പ്രസംഗത്തിന്റെ ശബ്ദവും ശൈലിയും ആവേശവും ഒന്നും ഞങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ടതില്ലല്ലോ. പക്ഷെ മനസ്സിൽ വിശ്വാസമില്ലാണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ ഈ ഹുസൈൻ സലഫി ഇപ്പൊ പ്രസംഗിക്കുന്നത് പോലെ ഉണ്ടാകും. അതുകൊണ്ട് ആ പ്രസംഗത്തിന്റെ ശൈലിയും കൂടി എന്റെ സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കണം. എന്താ ഇതിന്റെ വസ്തുത? എന്നതിന്റെ വസ്തുത നിങ്ങൾക്കറിയണോ? അതെ, വിഷയങ്ങള് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട്. യാ ഇബാദല്ലാഹ്, വസ്തുത എന്ത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ഗ്രഹിക്കാനുള്ള ഒരു ഫയല് നിങ്ങൾക്ക് പുറത്തു വാങ്ങാൻ കിട്ടും. നിങ്ങൾ വായിച്ച് ശരിക്ക് പഠിക്കുക. ഏതിനെ കുറിച്ച്? മുജാഹിദ് പ്രസ്ഥാനത്തിലെ ബാലവേദ കുട്ടികൾ പോലും തള്ളിക്കളഞ്ഞ ഒരു ദുർബല ഹദീസ് സലഫി താങ്കളെ പോലുള്ളവർ മുജാഹിദുകളെ പഠിപ്പിക്കരുതായിരുന്നു അല്ലേ? ഹുസൈൻ സലഫിനെ പോലുള്ള ആളുകൾ പഠിപ്പിക്കരുതായിരുന്നു. ബാലവേദ കുട്ടികൾ പോലും തള്ളിക്കളയുന്ന ദുർബലമായ വാറോല എന്ന് CP സലീം പറഞ്ഞ ആ വാറോലനെ കുറിച്ച്
എന്താ ഇപ്പൊ ഹുസൈൻ സലഫി പറ ആ ഫയൽ വാങ്ങി നമ്മളൊക്കെ പഠിച്ചടക്കണം. സലഫി താങ്കളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, താങ്കൾ മുജാഹിദുകളോട് ക്ഷമിക്കണം. താങ്കൾ ക്ഷമിക്കണം. മുജാഹിദുകൾ താങ്കളെ കണ്ട് മുജാഹിദായവരല്ല. കേരളക്കരയിലെ വ്യക്തികളെ കണ്ട് മുജാഹിദായവരല്ല. മുജാഹിദ് പണ്ഡിതന്മാരുടെ സൗന്ദര്യം കണ്ട് മുജാഹിദായവരല്ല മുജാഹിദുകൾ. മറിച്ച് പാടത്തും പറമ്പത്തും പാടുപെട്ട് പണിയെടുത്ത് പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും പാടുപെട്ട് തൗഹീദ് പറഞ്ഞ പാരമ്പര്യമുള്ള നേതാക്കന്മാരുടെ നാവുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന തൗഹീദിന്റെ മണിമുത്തുകൾ കണ്ട് മുജാഹിദുകളായ ആദർശശാലികളാണ് മുജാഹിദുകൾ. ആ പണ്ഡിതന്മാരുടെ സത്യസന്ധത, ആ പണ്ഡിതന്മാരുടെ വിശാലത, അതിൽ അഭിമാനിക്കുന്നവരാണ് മുജാഹിദുകൾ. ആ നേതാക്കന്മാരെ തള്ളിപ്പറഞ്ഞ് ഒരു താജുദ്ദീൻ വന്നാൽ ഞങ്ങൾ വിശദീകരിക്കണമെന്നില്ല, ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കണമെന്നില്ല. പക്ഷേ ഒരു ഗുഡ് സ്പീക്കറും ഗുഡ് സ്മോക്കറുമൊന്നും താജുദ്ദീനെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അതൊന്നും ഈ മറന്നുപോയെങ്കിൽ സാബിർ നവാസിനോട് കൂട്ടത്തിലൊന്നും ചോദിച്ചു നോക്കിക്കോ. അത്തരം സ്മോക്കർമാരുടെയും സ്പീക്കർമാരുടെയും ഇംഗ്ലീഷ് അധ്യാപകർക്ക് അയക്കുന്ന മെസ്സേജുകൾ തോളത്ത് കൈയിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊന്നും അല്ല മുജാഹിദുകൾ. അതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ട് പറയിപ്പിക്കരുത്. മുജാഹിദ് നേതാക്കന്മാര് എന്തൊക്കെ ചെങ്ങായി പറയുന്നത്, എന്തൊക്കെ വിശദീകരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ ആ രൂപത്തിൽ മറുപടി പറഞ്ഞ നിങ്ങളൊക്കെ നാളെ പറയും എന്താ കുട്ടി ആ താജുദ്ദീന്റെ മായിര് എന്ന് പറയുന്നത് കേൾക്കാൻ ഏതായാലും എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയണില്ല. നിജിത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടെടുക്കാൻ വേണ്ട, എന്നെ മോശാക്കാൻ തന്നെ പറഞ്ഞതാ. അപ്പൊ ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ വ്യക്തിപരമായി നേതൃത്വത്തെയും പണ്ഡിതന്മാരെയും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് ഒന്നുകൂടി എനിക്ക് ആവർത്തിക്കാനും പറയാനുമുള്ളത്. അതിശക്തമായ പർവ്വതത്തെ തകർക്കാൻ തന്റെ കൊമ്പ് കൊണ്ട് കഴിയുമെന്ന് കരുതി പാഞ്ഞു വന്ന് പർവ്വതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മുട്ടനാടുകളെ നിങ്ങളുടെ കൊമ്പൊടിഞ്ഞ് നിങ്ങളുടെ തല തകർന്ന് അവിടെ കിടന്ന് ചാകുമെന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം എന്ന പർവ്വതത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി എൻ്റെ സഹോദരങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല ഈ സക്കരിയ സ്വലാഹി പറഞ്ഞപ്പോൾ തന്നെ അതിന് മറുപടി എവിടുന്ന? കേരളത്തിൽ നിന്ന് മറുപടി പറയാൻ ആൾക്കാരില്ല. കേരളത്തിൽ നിന്ന് മറുപടി പറഞ്ഞ ജനങ്ങൾ കാർക്കിച്ചു തുപ്പും. ഇതിപ്പോ സൗദി അറേബ്യ എന്ന് മറുപടി. ഇവിടെ യായിബാദല്ലയും കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ വിശദീകരണം എവിടുന്ന? അതും സൗദി അറേബ്യന്ന്. യായിബാദല്ല ജബ്ബാർ മദീനി 1 വിശദീകരിക്കുന്നു, യായിബാദല്ല ജബ്ബാർ മദീനി 2 വിശദീകരിക്കുന്നു, യായിബാദല്ല സക്കരിയ സ്വലാഹിന്റെ വിശദീകരണം ജബ്ബാർ മൗലവി 3 വിശദീകരിക്കുന്നു, യാസർ ബിൻ അൻസ 1 വിശദീകരിക്കുന്നു. ഇന്നിതൊന്നും കാണില്ല. ഇന്ന് സക്കരിയ സ്വലാഹി പാർട്ട് 1 ആരാ? ജബ്ബാർ മദീനി. സക്കരിയ സ്വലാഹി ഒരു വിശദീകരണം ജബ്ബാർ മദീനി പാർട്ട് 2. സക്കരിയ സ്വലാഹി ഒരു വിശദീകരണം ജബ്ബാർ മദീനി പാർട്ട് 3. നാണക്കേട്. ഇതിനേക്കാളും നാണക്കേട് ഒരു മനുഷ്യന് വേണ്ടി ഈ പ്രസ്ഥാനത്തെ കുത്തിപ്പിളർത്തിയവരെ നിങ്ങൾക്ക് അല്ലാഹു ഇതിനേക്കാളും വലിയ നിന്ദ്യത തരാനുണ്ടോ? ഇതിനേക്കാളും വലിയ നിന്ദ്യത നിങ്ങൾക്ക് ആരെങ്കിലും തരാനുണ്ടോ? എന്താ ഹുസൈൻ സലഫി കുവൈത്തിൽ പോയി പ്രസംഗിച്ചത്? KNM ഒന്നും ഇവിടെ ആവശ്യമില്ല. KNM എന്തിനാ? സ്വർഗം കിട്ടണമെങ്കിൽ KNM വേണോ? നേതാക്കന്മാർ പറയുന്ന അനുയായികൾ അനുസരിക്കണമെന്ന് പറയണോ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ സംഘടന വേണ്ട, സർക്കുലർ വേണ്ട, ലെറ്റർ പേഡ് വേണ്ട, സീല് വേണ്ട. പാവപ്പെട്ട അണികളെ പറഞ്ഞ് ഈ നേതൃത്വത്തെ ധിക്കരിക്കാൻ മാത്രം ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോ നമ്മുടെ ജബ്ബാർ മദീനിക്ക് എന്താണ് പറയാനുള്ളത്? ജബ്ബാർ മദീനി അതൊന്ന് വിശദീകരിക്കട്ടെ. ഷർത്ത് സഫലായിട്ടില്ല എങ്കിൽ പിന്നെ മശ്റൂത്തില്ല, ബാത്തിലാണ്. അപ്പോൾ അങ്ങനെ സംഘടന അനുവദനീയം ആകണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ നേതാക്കന്മാരൊക്കെ ആരാന്നറിയോ? AP അബ്ദുൽ ഖാദർ മൗലവിയും TP അബ്ദുള്ള കോയ മദനി, അഹമ്മദ് അലി മദനി, മുഹീദ്ദീൻ ഉമരി, അതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ എടുത്ത തീരുമാനം സക്കരിയ സ്വലാഹിക്ക് വേണ്ടി തെറ്റാണെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞ് പാവപ്പെട്ട മുജാഹിദുകളെ വഞ്ചിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കിയ ആളുകൾ ഇന്ന് ആർക്കെതിരെ പ്രസംഗിക്കുന്നത്? അത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ആളുകളെ നമ്മൾ മറന്നുപോകാൻ പാടില്ല. കുറച്ച് വിദേശത്തൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ മറന്നുപോകും. മറക്കരുത് ഇത്തരം കഥാപാത്രങ്ങളെയൊന്നും. വിശദീകരിക്കട്ടെ. പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുന്ന ഒരു സംഗതിയാണ്, സംഘടന അനുവദനീയമാകണമെങ്കിൽ അതിന് 7 നിബന്ധന ഉണ്ട്. അതിലൊരു നിബന്ധനയാണ് സമ്മും താഴത്തും പാടില്ല. രണ്ടാമത്തത് സമ്മും താഴത്തും പാടില്ല, കേൾക്കുക, അനുസരിക്കുക. ഞാൻ നേതാവ്, നിങ്ങൾ അനുയായി. നേതൃത്വം പറയുന്നത് അനുയായികൾ അനുസരിക്കണം.
എന്ന് പറയുന്നത് ശരിയല്ല. അതായത് നേതാവ് പറഞ്ഞത്, മേൽഘടകം പറഞ്ഞത് കീഴ്ഘടകം കേട്ടനുസരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ മേൽഘടകം, നിങ്ങൾ കീഴ്ഘടകം, മേൽഘടകം പറയുന്നത് കീഴ്ഘടകം അനുസരിക്കണം എന്ന രൂപത്തിൽ കേൾക്കലും അനുസരിക്കലും ഇതിലില്ല. മേൽഘടകം പറഞ്ഞത് കീഴ്ഘടകം കേട്ടനുസരിച്ചിട്ടില്ല എങ്കിൽ സംഘടനാ സംവിധാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെന്തിനാ സംഘടന? സംഘടന അനുവദനീയാണെന്നുണ്ടെങ്കിൽ ഇത് ഷർത്താണല്ലോ. ഷർത്ത് ഈ സംഘടനാ സംവിധാനത്തിന്റെ കോലെന്താ? KNM പറയണത് MSM അനുസരിക്കണില്ല, ഈ ISM അനുസരിക്കണില്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിന്റെ കോലെന്താ? ഇന്നാണോ നിങ്ങൾക്ക് ഈ ബുദ്ധി ഉദിച്ചത്? ഈ വിവരവും വിവേകവും ജബ്ബാർ മൗലവി താങ്കൾക്ക് ഇന്നാണോ ഉദിച്ചത്? മുജാഹിദ് പ്രസ്ഥാനം സങ്കടത്തോടെ പറഞ്ഞതല്ലേ? AP അബ്ദുൽ ഖാദർ മൗലവി കരഞ്ഞ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനകൾ, TP അബ്ദുള്ള കോയ മദനി, മരിച്ചുപോയ അഹമ്മദ് അലി മദനി, ഇത്തരം വയോധികരായ കാരണവന്മാരായ പണ്ഡിതന്മാർ നിങ്ങളോട് ഒരുപാട് സങ്കടത്തോടെ പറഞ്ഞതല്ലേ ഒന്ന് കുട്ടികളൊന്ന് അനുസരിക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യമില്ലാത്ത പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്കെന്താ, ഞങ്ങൾക്ക് ആവശ്യമില്ല ലെറ്റർ പേഡ്, ഞങ്ങൾക്ക് ആവശ്യമില്ല സീല്, ഞങ്ങൾക്ക് ആവശ്യമില്ല നേതാക്കന്മാർ. ഈ അറിവിന്റെ ലോകത്ത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പറവകളാണ് ഞങ്ങളെന്ന് പാടിപ്പറഞ്ഞ പറവകളെ നിങ്ങൾ ഇന്നിവിടെ എന്താ? സംഘടനയിൽ നേതൃത്വം പറയണത് കീഴ്ഘടകം അനുസരിക്കണില്ലെങ്കിൽ ആ സംഘടനാ സംവിധാനത്തിന്റെ കോലെന്താ? ഇത് അള്ള വരമ്പത്ത് കൂലിയർ എന്ന് പറഞ്ഞത്. പഴച്ചോൻ വരമ്പത്ത് കൂലി അല്ലേ? ഒരു വർഷം മുമ്പാണെങ്കിൽ ഇവരെ പ്രസംഗം എന്താ? സംഘടനാ നേതാക്കന്മാർ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അനുസരിക്കുന്നത്? അവർ നേതൃത്വം പറയുന്നത് കീഴ്ഘടകം അനുസരിക്കേണ്ടതില്ല, കീഴ്ഘടകം പറയുന്നത് നേതൃത്വം അനുസരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുകയും പ്രസംഗിച്ച് നടക്കുകയും ചെയ്ത ആളുകൾ ഇന്നോ എന്തിനാണ് ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിൽ വേർപെട്ട് നിൽക്കുന്നത്? തിരിച്ചു വന്നുകൂടെ? അവർക്ക് തിരിച്ചു വന്നുകൂടെ? ഈ പ്രസ്ഥാനത്തിലേക്ക്, ഈ ആദർശത്തിലേക്ക് തിരിച്ചു വന്നുകൂടെ? ഇവിടെ പ്രോഫ്കോണ് ഈ നിയമത്തുള്ള ഫാറൂഖി അതിന്റെയൊക്കെ പേരിൽ വിമർശിക്കപ്പെട്ടതുപോലെ കേരളത്തിലൊരു മുജാഹിദ് പണ്ഡിതന് വിമർശിക്കപ്പെട്ടിട്ടില്ല. നിയമത്തുള്ള ഫാറൂഖി ആക്ഷേപിക്കപ്പെട്ടതുപോലെ MSMന്റെ പേരിൽ കേരളത്തിലൊരു മുജാഹിദ് പണ്ഡിതനും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല. നിയമത്തുള്ള ഫാറൂഖി പ്രോഫ്കോണ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ ചില പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് തോന്നിയ വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തി. അതിനെന്താ? നിയമത്തുള്ള ഫാറൂഖിയെ കേരളത്തിന്റെ തെരുവുകളിലും കേരളത്തിലെ വീടുകളിലും ആക്ഷേപിക്കുകയും അദ്ദേഹത്തിന്റെ പച്ചമാംസം കേരളത്തിന്റെ തെരുവുകളിൽ കൊത്തി വലിക്കുകയും ചെയ്ത ജിന്നുവാദികളെ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാർ വരമ്പത്ത് കൂലി തന്നിരിക്കുന്നു. പ്രോഫ്കോണ് തന്നെ വേണ്ട. ആരാ? ജക്കരിയ സ്വലാഹി വേണ്ടെന്നല്ല, സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് മതി. സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് അപ്പൊ പറഞ്ഞു അവിടെ നമുക്ക് എന്തിനാ സലഫി ഉലമാക്കള്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ജക്കരിയ സ്വലാഹി അത് വിശദീകരിക്കുമ്പോൾ ജക്കരിയ സ്വലാഹിയുടെ വിവരദോഷം തുറന്നു കാണിച്ചുകൊണ്ട് ജബ്ബാർ മദീനി രംഗത്തെത്തി. നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ മറുനാട്ടിലുമൊക്കെ പ്രോഫ്കോൺ പോലുള്ള പ്രബോധന സംരംഭങ്ങൾ ഇത് മൻഹജിന് വിരുദ്ധമായ ദഅവത്താകുന്നു. ജനങ്ങളെ ചില പ്രത്യേക ഭാഗമായി തിരിച്ച് നിർവഹിക്കുന്നതായ ദഅവത്ത്. എന്താ ഈ പ്രോഫ്കോൺ എന്ന പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന കോൺഫറൻസ്? പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ. ഇവിടെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ സമൂഹത്തിലെ ക്രീം ഓഫ് ദി സൊസൈറ്റി, ക്രീമി ലെയർ എന്നറിയപ്പെടുന്ന കൂട്ടരാണ്. ക്രീമി ലെയർ അല്ലേ? അത്തരം ആളുകളെ മാത്രം വിളിച്ചു കൂട്ടിയിട്ട് ലക്ഷങ്ങൾ പൊടി പൊടിച്ചിട്ട് അവർക്ക് ദഅവത്ത്. ക്രിമിലിയർ ഒരു പ്രത്യേക ക്രിമിലിയറിന് ഒരു പ്രത്യേക ദഅവത്ത് ഇതിന്റെ ഉദാഹരണമാണ്. ക്രീമി ലെയർ അല്ലേ? അത്തരം ആളുകളെ മാത്രം വിളിച്ചു കൂട്ടിയിട്ട് ലക്ഷങ്ങൾ പൊടി പൊടിച്ചിട്ട് അവർക്ക് ദഅവത്ത്. ഇങ്ങനെയുള്ള ദഅവത്ത് എത്ര ഫലപ്രദമാണെങ്കിലും അതിന് മാതൃക ഉള്ളതല്ല എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ശരിയല്ലേ? ഇതിൻ്റെ വസ്തുത എന്ത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രചരണം അല്പം ക്രൂരമാണ്. കാരണം ഒരു വലിയ സംരംഭമാണ് പ്രോഫ്കോൺ, അതേപോലെ ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഫഷണൽസും വലിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാത്രം ദഅവത്ത്.
എന്താ അവര് മാത്രം സമൂഹത്തിൽ ക്രീമിലെയറാണ്. അങ്ങനെ ക്രീമിലെയറിന് മാത്രം ദൈവത്ത് വേണോ തുടങ്ങിയ ദഅ്വാ സംരംഭങ്ങൾ അതിൻ്റെ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പല ആളുകളും ഈ പ്രചരണത്തിൻ്റെ ബലിയാടുകളായി ഇന്ന് പ്രവർത്തന വിമുഖരായി അവർ ഉൾവലിഞ്ഞതായിട്ടാണ് പലയിടത്തു നിന്ന് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിനെ കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന രംഗത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവരമുള്ള ഒരാൾ ഇങ്ങനെ ആളുകൾക്ക് ഒരു ഫത്വ നൽകും എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ഒരു വിവരവുമില്ല. റസൂലുള്ളാഹിന്റെ ദഅവത്തിനെ കുറിച്ച് പോലും ഇപ്പൊ സക്കരിയ സ്വലാഹിക്ക് വിവരമില്ലത്രേ. സക്കരിയ സ്വലാഹിനെ പോലത്തെ പണ്ഡിതന്മാരെങ്ങനെ പറയാൻ പറ്റുമോ? സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുഴുവൻ പണ്ഡിതന്മാർ ഒരു തട്ടിലും സക്കരിയ സ്വലാഹിയെ മറുതട്ടിലും വെച്ചാൽ സക്കരിയ സ്വലാഹി താന്നിരിക്കുമെന്ന് പറഞ്ഞ പ്രഭാഷകന്മാരെ നിങ്ങൾ ഇന്ന് എവിടെ? സക്കരിയ സ്വലാഹി അത് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മഹാനേതാവെന്ന് പറഞ്ഞവരെ നിങ്ങൾ ഇന്നെവിടെ? അദ്ദേഹത്തിന് വിവരമില്ല എന്ന്. റസൂലുള്ളാഹിന്റെ ദഅവത്തിനെ കുറിച്ച് പോലും വിവരമില്ലാത്ത ആളാണ് സക്കരിയ സ്വലാഹി എന്ന്. എന്താ KNM പറഞ്ഞ അത് ഹദീസ് നിഷേധമാകും. ജബ്ബാർ മദീനി പറഞ്ഞപ്പോഴും എന്താ ജബ്ബാർ മദീനിനെ എതിർക്കാൻ നിങ്ങൾ ഏത് ഗ്രൂപ്പാണ്? ഇവിടുത്തെ ജിന്നുവാദികളെ സക്കരിയ സ്വലാഹിയുടെ ഗ്രൂപ്പാണോ അതോ CP സലീമിന്റെ ഗ്രൂപ്പിലാണോ? എവിടെയാണ്? എവിടെ നിങ്ങളുള്ളത്? മുജാഹിദ് പ്രസ്ഥാനം തമ്മിലടിച്ച് തീരുമെന്ന് പ്രതീക്ഷിച്ചവരെ കണ്ണൂരിലെ ഇപ്പൊ രണ്ടു കൂട്ടരും തമ്മിലെ തമ്മിൽ തല്ല് തീർക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ മധ്യസ്ഥന്മാരാക്കി ക്ഷണിച്ചിരിക്കുന്നു. KNMന്റെ തീരുമാനം അംഗീകരിക്കാം. ബഷീർ ഡോക്ടർ അടുത്ത് വന്നിട്ട് സലീം സക്കരിയ സ്വലാഹിന്റെ ഗ്രൂപ്പായിട്ട് ഒരാൾ ഇപ്പൊ കണ്ണൂർ പള്ളിയിലെ കുറെ ആൾക്കാർ ജുമാക്ക് വരിക. ഒരു പറഞ്ഞു, ഈ CP സലീമിനൊക്കെ ഇത്രയും കാലം സഹിച്ച നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ആരോ ബഷീർ ഡോക്ടറോട് അദ്ദേഹത്തിന്റെ ഒക്കെ കുതന്ത്രം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തിയതൊക്കെ നിങ്ങളൊക്കെ ഏതായാലും സമ്മതിച്ചേ പറ്റും. അപ്പൊ നേരെ തിരിച്ച് ഇവരുടെ ആൾക്കാർ വന്നിട്ട് അവരെ കുറിച്ച് ഈ സക്കരിയ സ്വലാഹിനെയൊക്കെ ഇത്രയും കൊല്ലം KNM എങ്ങനെ കൊണ്ടു നടന്നത്, എങ്ങനെ KNM സഹിച്ചത്? ഖുറാഫികളെക്കാളും മോശമാണ് അവര്. ആര്? CP സലീമിന്റെ ആളുകൾ. എപ്പോഴാ മനസ്സിലായത്? മൂക്കുന്ന് ചോര വന്നപ്പോഴാ മനസ്സിലായത്. രണ്ടെണ്ണത്തിന് മൂക്കുന്ന് ചോരയൊലിക്കേണ്ടി വന്നു. CD ടവറിന്റെ ഓഡിറ്റോറിയത്തിലും ജാമിയ സലഫിയുടെ ഓഡിറ്റോറിയങ്ങൾക്കും മദീനത്തുലൂമിന്റെ ഓഡിറ്റോറിയങ്ങൾക്കും നാവുണ്ടായിരുന്നെങ്കിൽ അവർ വിളിച്ചു പറയുമായിരുന്നു മുജാഹിദ് നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച്, മുജാഹിദ് നേതൃത്വത്തിന്റെ മാന്യതയെക്കുറിച്ച്. പറഞ്ഞതല്ലേ സക്കരിയ സ്വലാഹിയോട്? അപേക്ഷിച്ചതല്ലേ സക്കരിയ സ്വലാഹിയോട്? സക്കരിയ, നീ പറയരുത്, നീ പോകരുത്, നീ വാദം പറഞ്ഞ് നടക്കരുത് എന്ന് സക്കരിയ സ്വലാഹിയോട് KNMന്റെ നേതൃത്വം എത്ര പറഞ്ഞതാ? അന്ന് സക്കരിയ സ്വലാഹിയെ തരിപ്പ് കയറ്റി എല്ലാരും ഇങ്ങനെ പുറത്താക്കട്ടെ എന്ന് ആവേശം കൊടുത്ത് ആ പാവം മനുഷ്യനെ ലോകത്തിൽ ആർക്കും വേണ്ടാത്ത രൂപത്തിൽ ഇന്നിട്ടാൽ അനുയായികൾ കുറെ അപ്പുറത്താ. അതാ ഞാൻ പറഞ്ഞ അടുത്ത ദിവസം MSS ഓഡിറ്റോറിയത്തിൽ അടുത്തത് പൊട്ടാനിരിക്കെ അടുത്ത പണ്ഡിതൻ ഇറങ്ങട്ടെ, നടക്കട്ടെ, വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ഇനി കുറച്ചു കാലം കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കളി ഞങ്ങൾ കുറെ ദഅവത്ത് വേറുണ്ട്, ഞങ്ങൾക്ക് വേറെ ദഅവത്താ. ഒരാളതൊക്കെ നിർത്തിപ്പോ ഇപ്പൊ മാനവ സൗഹാർദ്ദവും പറഞ്ഞടക്കെ ഇപ്പൊ ഒന്നുമില്ല. നേരത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും നാഴികക്ക് 40 വട്ടം അങ്ങാടിയിലിട്ട് തെരുവറഞ്ഞ് തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചവരിപ്പോ മാനവ സൗഹാർദ്ദവും പറഞ്ഞ് നടന്നോട്ടെ. സ്വന്തം ആദർശം പറയാൻ ധൈര്യമില്ലാത്ത, സ്വന്തം ആദർശം പറയാൻ തന്റെ ഇടമില്ലാത്ത, സ്വന്തം വിശ്വാസം പറയാൻ നട്ടലില്ലാത്ത കേരളത്തിലെ 2 വിഭാഗം ആളുകൾ. ഒന്ന്, കുറച്ചൊക്കെ അഡ്രസ്സുള്ള കാന്തപുരം സുന്നികൾ. ഓലിക്ക് ഓല വിശ്വാസം ഇപ്പൊ മുടിനെ കുറിച്ച് മിണ്ടാൻ കഴിയില്ല, അറിയില്ലായിരുന്നു. ഇപ്പൊ പ്രവാചക സ്നേഹം റബീലവലെത്തിയപ്പോ പ്രവാചക സ്നേഹത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പൊ പതുക്കെ തലവെക്കാൻ തുടങ്ങി. അത് മുടിനെ കുറിച്ചോ മിണ്ടാൻ പാടില്ല, അത് പേരോട് ഉസ്താദിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതോ ജിന്നുവാദം, മിണ്ടാൻ പാടില്ല. അത് ഏൽപ്പിച്ചത് ആരെ? ഫൈസൽ മുസ്ലിയാരെ. ഏൽപ്പിച്ച കോല ഇപ്പൊ കണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു മുഖാമുഖം നടത്താൻ പോയി. വലിയ മുഖാമുഖമൊക്കെ നടത്താൻ പോയി. ഫൈസൽ മുസ്ലിയാരൊക്കെ ചെല്ലുമ്പോൾ തന്നെ സ്വീകരണ ഓതി ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരുന്നു നമ്മുടെ പ്രവർത്തകർ, കുട്ടികൾ. ഇവരെ വാദഗതികളുടെ മാറ്റം. അങ്ങനെ മുഖാമുഖമൊക്കെ തുടങ്ങി. ഒരു ഭയങ്കര ജനക്കൂട്ടമുണ്ട്, ഒരു 10-40 ആളൊക്കെ ഉണ്ട്. 9 ജനക്കൂട്ടമൊക്കെ സംഘടിപ്പിച്ച 40 ആളുകൾ ഒക്കെ മുന്നിലുണ്ട്. അങ്ങനെ ആയിരങ്ങളുടെയും 10,000ങ്ങളുടെയും ആ ഭൂമികയിൽ നിന്ന്
മഞ്ചേരി VP ഹാളിലെ സക്കരിയ സ്വലാഹിന്റെ പടയോട്ടം കാണാൻ ആഗ്രഹിച്ച് നടന്നവരെ ഇന്ന് ഒരു 40 ആളുകളെ സംഘടിപ്പിക്കാൻ പോലും കഴിയാതെ ഈ പുളിക്കലിന്റെ മണ്ണിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നത് മുജാഹിദ് നേതൃത്വത്തിന്റെ ആ തൗഹീദിന്റെ വിശുദ്ധി കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. അൽ ബറക്കത്തു മഅൽ കിബാർ, അൽ ബറക്കത്തു മഅൽ കിബാർ, അൽ ബറക്കത്തു മഅൽ കിബാർ. വലിയവരോടൊപ്പം പണ്ഡിതന്മാരോടൊപ്പം ആണ് ബർക്കത്ത് എന്ന് തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ മുജാഹിദുകൾ. ആ ബർക്കത്ത് അത് ഞങ്ങളുടെ നേതാക്കന്മാരോടൊപ്പമാണ്, അത് വലിയ പണ്ഡിതന്മാരോടൊപ്പമാണ്. അവരെ തള്ളിപ്പറഞ്ഞ്, അവർക്ക് വിവരമില്ലെന്ന് പറഞ്ഞ്, അവരെ ആക്ഷേപിച്ച്, അവരെ തെറിവിളിച്ച് അങ്ങാടികളിൽ ആ നേതൃത്വത്തിന്റെ മേൽ കുതിര കയറി നടന്ന കുട്ടികളെ നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമില്ല, ഒരു വിരോധവും നിങ്ങളോടില്ല. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ ചതിക്കുകയായിരുന്നു. അങ്ങനെ ഫൈസൽ മുസ്ലിയാരോട് നമ്മുടെ കുട്ടികളാരും ചോദിക്കാൻ പോയില്ല. ചോദിക്കാൻ ചെന്നു. ആരാന്നറിയോ? ആരാ ചെന്നത്? അതിന്റെ തൊട്ട് മുമ്പത്തെ 2 ആഴ്ച മുമ്പ് കരൂര് കറുകപ്പള്ളിയിൽ ഒരു മുഖാമുഖം നടത്തി. ആ മുഖാമുഖം സംഘടിപ്പിച്ച സംഘാടകരായിരുന്നു ഫൈസൽ മുസ്ലിയാരോടുള്ള ചോദ്യകർത്താക്കൾ. ഫൈസൽ മുസ്ലിയാരോടുള്ള ചോദ്യകർത്താക്കൾ അതേ ഞങ്ങൾ കാണുന്നു. കേരളത്തിന്റെ തെരുവുകളിൽ ഫൈസൽ മുസ്ലിയാരുടെ മുഖാമുഖ നാടകങ്ങൾക്കിന് മുജാഹിദുകൾ ചോദിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ മറുഗ്രൂപ്പ് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എന്താ ചോദിച്ചത്? അതിപ്പോ ജിന്നും മലക്കൊക്കെ അഭൗതികമാണ് എന്ന്, മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇപ്പോ KNM ഈ ശിർക്കിലേക്ക് പോയെന്ന് പറയുക? അപ്പൊ ഫൈസൽ മുസ്ലിയാരെ വാദം എന്താ? അതിപ്പോ KNM മാറ്റി പറയാൻ തുടങ്ങിയതാണ്. അല്ല മൂല്യരെ, അല്ല, ഇത് ഞങ്ങളുടെ ജംഇയ്യത്തുലമയുടെ ഒന്നാമത്തെ തീരുമാനം ഈ വിഷയത്തിൽ. അതിന്റെ വാചകം എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് ഞങ്ങൾ ഞങ്ങളുടെ 1-ാം തീയതി പറഞ്ഞതാ. 1-ാം തീയതി മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതാ. ഫൈസൽ മൊയ്ലിയാർ എന്നാ പറഞ്ഞത്? നാസർ സുല്ലമിന്റെ മുന്നിലെത്തിയപ്പോ കുടുങ്ങിട്ടാ പറഞ്ഞത്. മുജാഹിദുകൾക്കല്ല മാറിയത്, മുജാഹിദുകൾക്കല്ല മാറ്റമുണ്ടായത്. ഇന്നിപ്പോ സ്വന്തം അണികള് ചോദിക്കാൻ തുടങ്ങി. സ്വന്തം കാൽച്ചുവട്ടിൽ നിന്ന് ഈ മണൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ മുജാഹിദ് നേതൃത്വത്തെ തെറിവിളിച്ച് ഇനിയും പുളിക്കലേക്ക് നിങ്ങൾ വരേണ്ടതില്ല. ഇതിനാണോ ഗണ്ണന പ്രസംഗം എന്ന് പറയുന്നത്? ഗണ്ണന പ്രസംഗം നടത്തി നമ്മുടെ കോലം ഇത്ര ഈ കോലായി. മാത്രല്ല, എന്തായിരുന്നു ഇവരുടെയൊക്കെ വീറും ഇവരുടെയൊക്കെ വാശിയും? സക്കരിയ സ്വലാഹി നടത്തുന്നത് ളുൽമാത്രേ, ളുൽമ്, നന്മല്ല ളുൽമാണ് എന്ന് പറയുന്നിടത്തേക്ക്. എന്നിട്ട് മടവൂരികൾ പറഞ്ഞ ആരോപണം സക്കരിയ സ്വലാഹിക്കെതിരെ ഇന്ന് ഇവര് അനസ് മൗലവിയൊക്കെ സക്കരിയ സ്വലാഹിനെ പ്രൊട്ടക്ട് ചെയ്തതാ. പണ്ട് ഏത് വിഷയത്തിലാണെന്നറിയോ? സക്കരിയ സ്വലാഹി ഒരു ലൈബ്രറി ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കടവത്തൂരിലെ വീട്ടിൽ. അതിന് മൻസൂർ അലി ചെമ്മാട് അതിനാക്ഷേപിച്ചുകൊണ്ട്, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ആക്ഷേപിച്ചുകൊണ്ട് കേരളക്കരയിൽ ഇറങ്ങിയപ്പോൾ സക്കരിയ സ്വലാഹി മുജാഹിദ് വേദിയിൽ പ്രസംഗിക്കുന്ന ഒരാളാണല്ലോ എന്ന് കരുതി മുജാഹിദ് നേതൃത്വം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അന്ന് മൻസൂർ അലിയുടെ ആക്ഷേപങ്ങൾക്കെതിരെ, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിന്റെ ആക്ഷേപങ്ങൾക്കെതിരെ, അലമദനിയുടെ ആരോപണങ്ങൾക്കെതിരെ സക്കരിയ സ്വലാഹിയുടെ ലൈബ്രറി വിഷയം പ്രൊട്ടക്ട് ചെയ്തത് അനസ് മൗലവിയ. ഇന്ന് പുളിക്കലും ചിലപ്പോൾ ഒരുപക്ഷെ പ്രസംഗിച്ചിട്ടുണ്ടാകും അന്ന്. ഇന്നോ? നാണക്കേട്, ഇത് നാണക്കേട് ജിന്നവാദികളെ. ആ ലൈബ്രറിയെ കുറിച്ച് പോലും നിങ്ങൾ ഇന്ന് സക്കരിയാനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു, സക്കരിയ സ്വലാഹിയെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു. ആരാന്നറിയോ? ജബ്ബാർ മദീനി തന്നെ അതൊന്ന് വിശദീകരിക്കട്ടെ. ഇവിടെ അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങളിൽപ്പെട്ടതാണ് സംഘടനയിൽ എന്ത് പാടുള്ളതല്ല, ഹലാലായ സമ്പാദ്യ പാടുള്ളൂ, പിരിവ് പാടുള്ളതല്ല, യാചന പാടുള്ളതല്ല. ഇന്നിപ്പോ മതസംഘടനകൾ പണം പിരിക്കാൻ എന്തെല്ലാം രൂപ. ഒന്നാമത്തെ എരക്കലല്ലേ നമ്മൾക്ക് എത്രയായിരുന്നത്? എന്തിനു വേണ്ടി എരന്നാടി എരക്കലെന്നെ, എന്തിനു വേണ്ടി എരന്നാടി എരക്കലെന്നെ. സംഘടനയിൽ സംഘടന അനുവദനീയമാകാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ് എന്ത്? സംഘടനയുടെ സമ്പത്ത് ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം, സമ്പത്തിന് വേണ്ടിയിട്ട് യാചിക്കാൻ പാടില്ല. എന്തിനു വേണ്ടി എരന്നാടി എരക്കലെന്നെ, എന്തിനു വേണ്ടി എരന്നാടി എരക്കലെന്നെ. ഒരാള് ഒരു പള്ളിക്ക് പിരിവിന് വേണ്ടി ചെന്നപ്പോൾ 1000 ഉറുപ്പ്യെന്ന്, അപ്പോൾ നിങ്ങൾ ഇന്ന് നമ്മൾ 2000 പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അത് യാചനയായി. ഞങ്ങൾ അവിടെ പള്ളിയും നിങ്ങൾ 500 തന്നാ പോരവര് 2000 രൂപ പ്രതീക്ഷിച്ചാ വന്നത്. തലയൊടി ഒരാളോട് പറയാം, എന്തൊരു കുറച്ചിൽ നമ്മൾ ഇജ്ജത്ത് പോയില്ലേ. സംഘടനക്ക് വേണ്ടിയിട്ട് യാചിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ
ഇസ്ലാം യാചന പ്രോത്സാഹിപ്പിച്ച മതമല്ല. പക്ഷെ സംഘടനയ്ക്ക് പിരിക്കൽ യാചന മുസ്ലിമീങ്ങളുടെ പൊതു മസ്ലഹത്തിന് വേണ്ടിയിട്ട് പിരിക്കൽ യാചന എന്തിനു വേണ്ടി ഒരാളൊരു നാട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കി പൊതു ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അയാൾ അതിലേക്ക് പുസ്തകം അല്ലെങ്കിൽ ആ പുസ്തകം വാങ്ങാനുള്ള കാശ് എന്തിനു വേണ്ടി ഒരാളൊരു നാട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കി പൊതു ഒരാളൊരു നാട്ടിൽ ലൈബ്രറി ഉണ്ടാക്കി. ഒരാളൊരു നാട്ടിലല്ല, കടവത്തൂര് സക്കരിയ സലാഹിൻ ഉണ്ടാക്കിയത്. അതിന്റെ പുസ്തകങ്ങൾ ഒരാളൊരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. സക്കരിയ സുലൈഹിക്ക് സക്കരിയ സുലൈഹി സ്നേഹിക്കുന്നവർ കൊടുത്തതാ. അതിന് മുന വെച്ചിട്ട് ജബ്ബാർ മദീനി മടവൂരികൾ കേരളത്തിൽ പറഞ്ഞു നടന്ന ഈ ആരോപണം ജിന്നവാദികളെ സക്കരിയ സുലൈഹിക്കെതിരെയല്ലേ നിങ്ങളെന്ന് പറയുന്നത്? ഇതൊക്കെ അള്ള തന്നതല്ലെങ്കിൽ പിന്നെ ആര് തന്നതാ കൂട്ടരെ? ഇതൊക്കെ പടച്ചറബ് വരമ്പത്ത് തന്ന ഒരു തൗഹീദിന്റെ പട്ടാളത്തെ തകർത്തതിന് പടച്ചറബ് തന്ന നിന്ദത ഇതിനേക്കാളും കൂടുതൽ ഇനി അനുഭവിക്കണോ? തിരിച്ചു വന്നുകൂടെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ നദുവത്തുൽ മുജാഹിദിന്റെ നേതൃത്വത്തിന്റെ കൂടെ ഇനി തിരിച്ചു വന്നുകൂടെ? ഈ ആദർശ പോരാട്ടത്തിലേക്ക്, ഈ ആദർശത്തിന്റെ ഭൂമികയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വന്നുകൂടെ? ഇനി എന്തിനാണ് ഈ നാണക്കേട് നമ്മൾ സഹിക്കേണ്ടത്? ഇനി എന്തിനാണ് ഈ വൃത്തികേട് നമ്മൾ സഹിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ സഹിക്കേണ്ടത്? അങ്ങനെ ഒരു സക്കരിയ സുലൈഹിനെ എങ്ങനെയൊക്കെ കുത്താൻ പറ്റും അങ്ങനെയൊക്കെ. ആരായി കുത്തണത്? സക്കരിയ സുലൈഹിനെ സപ്പോർട്ട് ചെയ്ത് കേരളമൊട്ടാകെ പ്രസംഗിച്ച് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ, പ്രസംഗിച്ചു നടന്നിരുന്ന ആളുകളുടെ ഈ ഗതികേട് എത്ര സങ്കടകരമാണ് എന്ന് സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഇത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം ഈ തൗഹീദിന്റെ ആദർശം അവർ കൈയൊഴിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം എൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ബഹുമാനനായ നസീറുദ്ദീൻ റഹ്മാനി അല്പ നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തിച്ചേരും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്കെന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഇനി എന്തിനായിരുന്നു ഒന്ന് ആലോചിക്കുക. നെഞ്ചത്ത് കൈവച്ച് ജിന്നുവാദം പറഞ്ഞു നടക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇനിയൊന്ന് ആലോചിക്കുക. എന്തിനായിരുന്നു നമ്മൾ KNM-ൽ നിന്ന് വേർപിരിഞ്ഞത്? എന്തിനായിരുന്നു KNM-നെ നമ്മൾ തള്ളിപ്പറഞ്ഞത്? എന്തിനായിരുന്നു KNM-നെ നമ്മൾ ആക്ഷേപിച്ചത്? യായ്ബാദല്ലയിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞ വലിയ നേതാക്കന്മാരൊക്കെ ഇസ്ലാഹി ലോകത്തും ഇസ്ലാഹി പ്രസ്ഥാനത്തിലും കഴിഞ്ഞു പോയിട്ടില്ലേ? അത് KNM-ന്റെ നേതാക്കന്മാർ പറഞ്ഞ ഒരു ആദർശം മാത്രമാണോ? അത് KNM-ന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും പറഞ്ഞതാണോ? ഈ ജിന്നുവാദം പറഞ്ഞെടുക്കുന്ന ആളുകളും പറഞ്ഞ വാദഗതികൾ അത് തന്നെയായിരുന്നില്ലേ? ലൈഫായ ഹദീസ് ആരെങ്കിലും സ്വീകരിക്കോ? ഉദാഹരണമായി യാ ഇബാദല്ലാഹ് ഐനൂനി, വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജിന്നുകളോ മലക്കുകളോ സഹായിക്കുന്നു വിചാരിച്ചിട്ട് വിളിച്ചോളൂ. ആ ഹദീസ് ലൈഫാണ്, ലൈഫാണ്, ലൈഫാണ്. അതാർക്കും സ്വീകരിക്കാൻ പറ്റുമോ? അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നെ കാക്കണെന്ന് വിളിച്ചാൽ ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ആർക്കാ തർക്കം? ലൈഫായ ഹദീസിനെ പറ്റി വർത്തമാനമില്ല. സ്വഹീഹായ ഹദീസ്, സ്വഹീഹായ ഹദീസ്, അത് ഖുർആൻ. തിരിച്ചു വന്നുകൂടെ നിങ്ങൾക്ക് ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്? ഈ പ്രസ്ഥാനത്തിന്റെ ഭൂമിക നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നു. സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഇനി മാറി നിൽക്കേണ്ടവരല്ല. ഒന്നായി ഒരു കൈകോർത്തു പിടിച്ച് അന്ധവിശ്വാസങ്ങളിൽ ആപതിച്ചുപോയ മുസ്ലിം കൈരളിക്ക് തൗഹീദിന്റെ വെളിച്ചം പകരാനും തൗഹീദിന്റെ വെളിച്ചം പഠിപ്പിക്കാനും പ്രിയപ്പെട്ട എന്റെ സ്നേഹിതന്മാരെ നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ തിരിച്ചു വരണം. ഇനി നമ്മൾ വേർപെട്ട് നിൽക്കേണ്ടവരല്ല. നമുക്കിടയിലെ ശത്രുതകൾ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. നദുവത്തുൽ മുജാഹിദീന്റെ വയോധികരായ നേതാക്കന്മാർ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളിലേക്കും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഇവിടെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തൗഹീദിന്റെ നിർവചനം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. തൗഹീദിന്റെ നിർവചനം പോലും. ഇപ്പോ ഇവിടെ നമ്മുടെ താജുദ്ദീൻ സ്വലാഹിയുടെ ഒരു പ്രസംഗം എന്താ? മംഗലാപുരം സംവാദത്തെ കുറിച്ച്. അത് അദ്ദേഹം ഒന്ന് ആദ്യം പ്രസംഗിക്കട്ടെ. സംവാദത്തിൽ എണീറ്റ് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചേ. സംവാദത്തിൽ എണീറ്റ് നിൽക്കാൻ ഇപ്പൊ പറ്റും, നാളെ പറ്റും, എന്നും പറ്റും. അതിന്റെ തെളിവാണോ? മംഗലാപുരം സംവാദത്തെ കണ്ടാൽ മതി. അപ്പോ ഇന്നും പറ്റും, നാളെയും പറ്റും, എന്നും പറ്റും. താജുദ്ദീൻ ഈ വാക്ക് ആത്മാർത്ഥമാണെങ്കിൽ താജുദ്ദീൻ ഇതിനേക്കാളും വലിയ താജുദ്ദീൻ 1000 താജുദ്ദീൻമാർ ഒരു തട്ടിലും 10,000 താജുദ്ദീൻ ഒരു തട്ടിലും ഒരു സക്കരിയ സുലാഹിയെ മറുതട്ടിലും വെച്ചാൽ സക്കരിയ സുലാഹി ഇരിക്കണ താന്നിരിക്കുമെന്ന് നിങ്ങൾ പ്രസംഗിച്ച സക്കരിയാനെ കിട്ടണില്ല. ഉണ്ടെങ്കിൽ വരട്ടെ. ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ.
സക്കരിയ സുലാഹി തന്നെ കേരളത്തിൽ ഈ വിഷയം പ്രസംഗിച്ച് നടന്നിരുന്ന ആളായിരുന്നില്ലേ? സക്കരിയ സുലാഹിയുടെ പ്രസംഗം എന്തായിരുന്നു? ഫൈസൽ മുസ്ലിയാരോട് വാദപ്രതിവാദത്തിന് തയ്യാറായി കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫിയുമായി പിറ്റേ ദിവസം ഞാൻ തയ്യാറാണ് എന്ന്. പല സ്ഥലത്തും വാദപ്രതിവാദത്തിനുണ്ടോ ഉണ്ട്. ഖുറാബികളെ മാതിരിയുള്ള വെല്ലുവിളിയോട് നിങ്ങൾ ബേജാറാക്കണ്ട. ഞങ്ങളല്ലേ നിങ്ങളെ അങ്ങോട്ട് വെല്ലുവിളിച്ച്. ഫൈസൽ മുസ്ലിയാർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ കടപ്പുറം സമ്മേളനത്തിൽ 10,000 സാക്ഷി നിർത്തി ഫൈസൽ മുസ്ലിയാർ വെല്ലുവിളിച്ചു, തെളിയിക്ക് ഞാനാണല്ലോ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ആളെന്ന്. അബ്ദുറഹ്മാൻ സലഫി വരട്ടെ. കാരണം അനീഫ് കായക്കൂടി എന്ന നാസർ സുല്ലമിക്ക് കിതാബ് എടുത്തു കൊടുക്കുന്ന ആളാ. അനസിന്റെ കാര്യം പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് ഓലൊക്കെ വന്നു കഴിഞ്ഞു. ഓലും നാദാപുരത്ത് കുട്ടികളെ മുമ്പിൽ വരെ ഓർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള ഒന്നാമൻ വരട്ടെ. ഞങ്ങൾ റെഡിയാണ്. അത് വെളിയങ്കോട് ചേർത്തണോ? ഞങ്ങൾ റെഡിയാ. മാറഞ്ചേരി കേസിന്റെ മൂക്കിനോട്ട് നടത്തണോ? ഞങ്ങൾ റെഡിയാ. ഞങ്ങൾ കൊണ്ടുവരാ ഫൈസൽ മുസ്ലിയാർ. വ്യവസ്ഥ കോഴിച്ചന നടത്തിയ വ്യവസ്ഥ ഉണ്ട്, അതായിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. വ്യവസ്ഥ ഇവിടെ റെഡി. നാളെ വേണോ? നാളെ റെഡി. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് സക്കരിയ സലാഹി റെഡിയാണ്. എനിക്കും ഞാൻ തന്നെ വരുന്നത് ഷർത്തുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിന്റെ വരുന്നത് എനിക്കും ഷർത്തുണ്ട്. ഞങ്ങൾ പിറ്റേന്ന് ഞങ്ങൾ രണ്ടാളും ആയിക്കോട്ടെ. ആർക്കത് ഇത്ര പേടി? അതൊക്കെ എത്ര കാലം കേട്ടാ ഞങ്ങള്. അപ്പൊ ഈ സക്കരിയ സുലാഹിയെ ഇന്ന് ഈ വാദപ്രതിവാദത്തിന് ആർക്കെങ്കിലും കിട്ടോ? താജുദ്ദീനൊക്കെ പറഞ്ഞാ പോരെ? എന്താ പണ്ട് പഴം കൊടുത്തിട്ട് ചീത്ത പറയിപ്പിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു ഒരു നാട്ടില്. ഒരു കടയില് പഴം കൊടുത്ത ആ കുട്ടി ആരെയും ചീത്ത പറയും. നാട്ടിൽ കൂടി ആരും നടക്കാൻ സമ്മതിക്കില്ല. അവനൊക്കെ ഇങ്ങനെ ചീത്ത പറയും. അതുപോലെ പഴം കൊടുത്ത ചീത്ത പറയുന്ന ചില കുട്ടികളെയും കൊണ്ട് മുജാഹിദ് നേതൃത്വത്തെ വെല്ലുവിളിച്ചാക്ഷേപിക്കാൻ ഇറങ്ങുമ്പോ ആ പഴത്തിന്റെ കായ് പോയെന്നല്ലാതെ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ. സക്കരിയ വരുമോ? താജുദ്ദീൻ സുലാഹി വിളിക്കട്ടെ. ഇന്നും റെഡി, നാളെയും റെഡി, മറ്റന്നാളും റെഡി എന്ന് പറഞ്ഞ താജുദ്ദീൻ സുലാഹി താങ്കൾ കൊണ്ടുവരുമോ സക്കരിയ സുലാഹിയെ ഈ പുളിക്കലിന്റെ മണ്ണിൽ? കൊണ്ടുവാ. ഇനി വാദപ്രതിവാദത്തിനും കൊണ്ടുവരണ്ട. താജുദ്ദീനെ സക്കരിയ സുലാഹി ഇരിക്കണ സ്റ്റേജിൽ ഒന്ന് ഇരുന്നു കൊടുക്കാനൊക്കെ കഴിയും. ആ നടക്ക് കാണട്ടെ. ഞങ്ങള് സക്കരിയ സുലാഹി പ്രസംഗിക്കണ വേദിയിൽ ഒന്ന് കയറി ഒരു അധ്യക്ഷനായിട്ടൊന്നും ഇരിക്കണ്ട. വെറുതെ ഒരു പ്രസീഡിയത്തിൽ ഇരിക്കാനെങ്കിലും താജുദ്ദീനെ നിനക്ക് കഴിയുമോ? എങ്കിൽ ഇരിക്കേ, കാണട്ടെ മുജാഹിദുകൾ. എന്നിട്ട് വെല്ലുവിളി ഇന്നും വരും, നാളെയും വരും, മറ്റന്നാളും വരും. വെല്ലുവിളിക്കാനൊന്നും ആർക്കും പൈസ കൊടുക്കേണ്ട ഏർപ്പാടൊന്നും ഇല്ലല്ലോ. എന്താണ് വിളിച്ചൂടെ? പത്തപ്പിരെ സംവാദം കഴിഞ്ഞ് എത്ര കാലമായി കാണുന്നില്ലല്ലോ മുജാഹിദുകൾ ഒരുത്തനെയും ഒരാളെയും കാണുന്നില്ലല്ലോ. എവിടെ ഏത് മാളത്തിലാ പോയി ഒളിച്ചത്? പത്തപ്പിരിയൻ സംവാദം കഴിഞ്ഞ് ഇടവണ്ണ വിശദീകരണം, എന്റെ CD ഒന്നുമില്ല. സുഹൈർ ചുങ്കത്തരന്റെ പ്രസംഗം. സുഹൈർ ചുങ്കത്തരന്റെ പ്രസംഗം? അത് ഇനി വാദപ്രതിവാദങ്ങളുടെ കാലമാണ്, ഇനി സംവാദങ്ങളുടെ കാലമാണ്. അബ്ദുറഹ്മാൻ സലഫി പത്തപ്പിരിയത്ത് അടുത്ത വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. സുഹൈർ ചുങ്കത്തർ പ്രസംഗിച്ചതാ. കുട്ടികൾ വിളിച്ചു സുഹൈർ ചുങ്കത്തരന. സുഹൈർ മൗലവി സലഫി പറഞ്ഞിട്ട് വിളിക്കുന്നതാ. താങ്കള് സംവാദത്തിന് റെഡിയാണെന്ന് പറഞ്ഞല്ലോ. അബ്ദുറഹ്മാൻ സലഫി റെഡിയാണ്. ചുങ്കത്തറ വെച്ച് നടത്തണോ? ചുങ്കത്തറ വെച്ച് നടത്താം. പത്തപ്പിരിയത്ത് വെച്ച് നടത്തണോ? അവിടെ നിന്ന് നടത്താം. വ്യവസ്ഥ കോഴിച്ചന മതിയെങ്കിൽ കോഴിച്ചന, പത്തപ്പിരിയത്ത് മതിയെങ്കിൽ പത്തപ്പിരിയത്ത്. പുതിയ വ്യവസ്ഥ വേണമെങ്കിൽ ചുങ്കത്തറയിൽ വെച്ച് നടത്താൻ സലഫി അങ്ങോട്ട് വരാം. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ പത്തപ്പിരിയത്തേക്ക് സുഹൈർ മൗലവി ഇങ്ങോട്ട് പോയാൽ നമുക്ക് ഒന്നിച്ച് നടത്താം. സുഹൈർ ചുങ്കത്തറ പറഞ്ഞത്. അതിപ്പോ ഒരു 6 മാസത്തേക്ക് സംവാദവും വാദപ്രതിവാദമൊന്നും വേണ്ടെന്നാണ് ലജ്ന പറഞ്ഞിരിക്കുന്നത്. ലജ്ന പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ 6 മാസം വേണ്ടെന്നാണ് കുട്ടികളെ. അതുകൊണ്ട് ഇപ്പൊ ലജ്ന പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. നിങ്ങൾ ഇങ്ങനെ ആകരുതായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ചില ആളുകൾ വഞ്ചിച്ചതാണ്, നിങ്ങളെ ചതിച്ചതാണ് ആളുകൾ. എന്നിട്ട് മംഗലാപുരം സംവാദത്തിന്റെ പോരുഷയാണ് നമ്മുടെ താജുദ്ദീൻ വിളിച്ചു പറയുന്നത്. ആ താജുദ്ദീന്റെ സംസാരം എന്താ? മംഗലാപുരം സംവാദത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നുകൂടി അത് വിശദീകരിക്കട്ടെ. മതി. നിങ്ങൾ ഫൈസൽ മുസ്ലിയാരും സക്കരിയ സുലാഹിയും ഒക്കെ പറയണത് കേട്ടാ മതി. മംഗലാപുരം സംവാദത്തിന്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയാ മതി എന്നാ പറഞ്ഞത്. ഒരു ചെറിയ ചോദ്യം. എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണ് മംഗലാപുരം സംവാദമെങ്കിൽ ഈ പുളിക്കൽ മാത്രം മതി, വേറെ എവിടെയും വേണ്ട. ഇതിന്റെ ഒരു 100 കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇതിന്റെ ഒരു 100 കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. ഞങ്ങൾ എന്തിനാ വിതരണം ചെയ്യേണ്ടത്? ഈ ശിർക്കന്മാരും ശിർക്കൻ വാദങ്ങളെ സ്ഥാപിക്കാൻ പണിയെടുക്കുന്നവരും തമ്മിൽ നടത്തിയ സംവാദം മുജാഹിദുകളാണോ വിതരണം ചെയ്യേണ്ടത്? കൊടുക്കണം, നിങ്ങൾ കൊടുക്കൂ. ഞങ്ങളാണോ കൊടുക്കേണ്ടത്? ഞങ്ങളെ ഏൽപ്പിക്കണം. സ്വന്തം CD ചെലവാകുന്നില്ലേ? CD ചെലവാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ വിതരണം ചെയ്യണം. ആർക്ക്? എന്നാ പിന്നെ കാന്തപുരം പറയട്ടെ, ഞങ്ങളാണ് തോറ്റതെങ്കിൽ ഞങ്ങളുടെ CD കുറച്ച് വിതരണം ചെയ്യട്ടെ. ഞങ്ങൾ എന്തിനാ വിതരണം ചെയ്യണം? നിങ്ങളാണ്ട് വിതരണം ചെയ്താൽ പോരെ.
നീ മംഗലാപുരം സംവാദത്തിന്റെ കോലൊന്നും പറയണ്ട. മംഗലാപുരം സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ച റഹ്മാനെ ഇപ്പൊ ഈ സ്റ്റേജിൽ കയറിയത് നിങ്ങൾ മംഗലാപുരം സംവാദത്തിന്റെ വലിയ മഹത്വമൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ആ സംവാദത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരാ ഈ മുജാഹിദ് വേദിയിൽ ഇപ്പോൾ കയറി വന്നത്, ഈ മുജാഹിദ് വേദിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. മംഗലാപുരം സംവാദത്തില് ഫൈസൽ മുസ്ലിയാരോട് ഒരു ചോദ്യം, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കും. ഒരു ചോദ്യം എന്താ ചോദിച്ചു, നിങ്ങള് തൗഹീദ്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിർവചനം എന്താ? പ്രാർത്ഥനയുടെ നിർവചനം എന്താ? എന്താ ഫൈസൽ മുസ്ലിയാര് പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞത്? പ്രാർത്ഥനയുടെ നിർവചനം ഫൈസൽ മുസ്ലിയാര് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിന് മറുപടി എഴുതിയ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഏത് തൗഹീദാണ് ഉദ്ദേശിച്ചത്? ആ തൗഹീദ്, ആ പ്രാർത്ഥന തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിച്ചത്. അതാണോ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാര് പ്രാർത്ഥനയ്ക്ക് ഉദ്ദേശിച്ച നിർവചനമാണോ മുജാഹിദുകൾ ഉദ്ദേശിച്ചത്? എന്റെ ഫൈസൽ മൗലിയാര്, എന്റെ കയ്യിൽ 3-ാം ക്ലാസ്സിലെ 4-ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകത്തിൽ പ്രാർത്ഥനന്റെ നിർവചനം എന്തെന്ന് ഞങ്ങളുടെ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് വന്ന് വായിച്ചു പഠിക്കും മൗലിയാര്, എന്താ പ്രാർത്ഥന നിർവചനം എന്ന്. എന്താ പ്രാർത്ഥന നിർവചനം? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാര് പറഞ്ഞ നിർവചനം അത്രയും മുജാഹിദുകൾ പറയുന്ന നിർവചനം ആണോ? ആ നിർവചനായിരുന്നു നമ്മൾ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മളെന്തിനാ ഈ സുന്നികളുമായിട്ട് സംവാദത്തിനും വാദപ്രവാദത്തിനും പോയത്? മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല എന്ന് വിശ്വസിച്ച ആളാണ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. ആ മൂസ മുസ്ലിയാർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ സഹായം തേടൽ പ്രാർത്ഥനയല്ല എന്ന വിശ്വാസക്കാരാണ് സുന്നികൾ. ഇവിടുത്തെ കാരണവന്മാരുണ്ട്. പുളിക്കൽ സംവാദത്തെ കുറിച്ച് സ്വാഗതം പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, ഈ പുളിക്കൽ നടന്ന 1ാമത്തെ സംസ്ഥാന സമ്മേളനമടക്കം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന് ഫ്ലെക്സ് ബോർഡുകളില്ലാത്ത, പോസ്റ്ററുകളില്ലാത്ത, മൾട്ടി ബാനറുകളില്ലാത്ത, ഇവിടെ DTPയുടെ സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ നീൽക്കുമ്മായം കലക്കിയ അത് മതിലിൽ തേച്ച് നീലം കൊണ്ട് മതിലെഴുതി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് ഈ കാരണവന്മാരും മതിലെഴുതിയത് നസീർ ഇവിടെ നമ്മുടെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമെന്ന വാക്ക് അംഗീകരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ നാട്ടിൽ സുന്നികളുമായിട്ട് തമ്മിൽ തല്ലിയതും തെറ്റിയതും? ഓല് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയായിരുന്നു നമ്മൾ അംഗീകരിച്ചിരുന്നത്? അല്ല, അവരുടെ ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദം ആയിരുന്നില്ല നമ്മൾ അംഗീകരിച്ചിരുന്നത് എന്ന് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അത് വിശദീകരിക്കുകയും പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫൈസൽ മുസ്ലിയാർക്ക് എന്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്താനും തകർക്കാനും ഇറങ്ങി തന്റെ തറവാട്ടിലേക്ക് കുറച്ചാളുകളെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ആളുകൾ. ഇപ്പോഴാണ് നമ്മളെ PN അബ്ദുൽ ലത്തീഫ് മദനിയൊക്കെ ഈ ഇടമുറിയാത്ത കണ്ണികൾ, പാവം PN കണ്ണികൾ അറ്റു വീണുകൊണ്ടിരിക്കുന്നു. ഈ ലബ്ബാദാരിമി താങ്കളുടെ ഇടമുറിയാത്ത കണ്ണി, ആ കണ്ണി ഒന്നറ്റിരിക്കുന്നത് താങ്കൾ അറിഞ്ഞു. ഈ സുന്നികളുടെ വേദിയിൽ മുജാഹിദുകൾക്കെതിരെ ലബ്ബാദാരിമി എന്ന് പറയുന്ന താങ്കളുടെ തൗഹീദിന്റെ കണ്ണി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. PN താങ്കൾ ഏത് തൗഹീദിലേക്കാണ് ഞങ്ങൾ ക്ഷണിച്ചത്? ഏത് നന്മയിലേക്കാണ് മുജാഹിദുകളെ ക്ഷണിച്ചത്? താങ്കളുടെ 2ാമത്തെ കണ്ണി ഏതാ? സക്കരിയ കണ്ണി. ആ കണ്ണിയും പൊട്ടി PN താങ്കൾ അറിഞ്ഞോ? ഇനി താങ്കളുടെ കണ്ണിയായി ആരൊക്കെയാണ് ബാക്കിയുള്ളത്? ഈ ഫൈസൽ മുസ്ലിയാരോ? ആ ഫൈസൽ മുസ്ലിയാര് ഞങ്ങൾക്ക് പാരമ്പര്യമാണെന്നോ? അല്ല, ഫൈസൽ മുസ്ലിയാർക്ക് ഖുറാഫി പാരമ്പര്യ. എന്താ ഇവിടത്തെ മംഗലാപുരം സംവാദത്തിൽ 1ാമത്തെ ചോദ്യം ഫൈസൽ മുസ്ലിയാർ ചോദിക്കാൻ മറന്നുപോയി. മൊയ്ലിയാരെ ഓർമ്മിപ്പിച്ചപ്പോ 2ാമത്തെ അവസരത്തിൽ പറഞ്ഞു, നിങ്ങളോട് ചോദ്യം ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളോടൊരു കാര്യമില്ല. എന്നിട്ട് അതിൽ ചോദ്യം ചോദിക്കുകയും ചെയ്ത് കാര്യമില്ലേ? പിന്നെന്തിനാ മൊയ്ലിയാരെ ചോദ്യം ചോദിച്ചത്? പ്രാർത്ഥന നിർവചനം അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിനല്ല വന്നത്. മൗലവി ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ പ്രാർത്ഥന എന്ന വിഷയാവതരണത്തിൽ 25 തവണ പറഞ്ഞല്ലോ. ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങളുടെ അൽമനാറുകളിലും നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും പ്രാർത്ഥനക്ക് പല മാനയുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. വിളി, സഹായത്തേട്ടം, ഈശ്വരനോട് ചോദിക്കൽ എന്നൊരുപാട് അർത്ഥങ്ങൾ നിങ്ങളും എഴുതി, ആരും എതിർക്കാത്ത കാര്യമാണ്. എങ്കിൽ നിങ്ങൾ ഇവിടെ പലതവണ ആവർത്തിച്ച് പറയുകയും വിഷയാവതരണത്തിന്റെ നർമ്മമായി നിങ്ങൾ എഴുതുകയും ചെയ്ത ആ പ്രാർത്ഥനയിൽ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കളോട്
പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾ എഴുതിയ ആ പ്രാർത്ഥന കൊണ്ട് ഏതർത്ഥമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് കൃത്യം പറയണം. നമുക്ക് രണ്ടുകൂട്ടർക്കും അറിയാന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് പ്രാർത്ഥനയെ പറ്റി തിരിഞ്ഞിട്ടില്ല എന്ന് ഈ സദസ്സിന് ഇപ്പം ബോധ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഉദ്ദേശിച്ച പ്രാർത്ഥന എന്താന്ന് തിരിയണം. വളരെ പ്രസക്തമായി എന്റെ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഈ സദസ്സിന്റെ മുമ്പിൽ, ഈ സമ്മേളനത്തിൽ, ഈ സംവാദവേദിയിൽ മുഴങ്ങി നിൽക്കുകയാണ് എന്റെ ചോദ്യം. മൗലവി ആ ചോദ്യത്തെ പറ്റി മറുപടി പറയണം. നിങ്ങൾ ഇവിടെ എഴുതി വെച്ചത് മഹാന്മാരായ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് പ്രാർത്ഥന നടത്തൽ ശിർക്കാണ് എന്നാണല്ലോ. ഞങ്ങൾ ആ വാദം ഗണ്ണിച്ചുകൊണ്ട് എഴുതി അവരോട് സഹായം തേട്ടം ശിർക്കല്ല. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, നിങ്ങൾ എഴുതിയ ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. വളരെ കൃത്യമായിരിക്കണം. ചോദ്യം വളരെ കൃത്യമാണ്, മറുപടി വളരെ കൃത്യമായി. അത് എന്ത് ഉദ്ദേശിച്ചോ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ചോദ്യം വരും. ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ പ്രാർത്ഥന എന്താ ഞങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല ഈ പറഞ്ഞത്. കൗലുസരീദ് റഷീദ് മൂസ മുസ്ലിയാർ എഴുതിയ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തോ അതേ പ്രാർത്ഥന. നാട്ടികവി മൂസ മുസ്ലിയാരുടെ ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് എന്താണോ പറഞ്ഞത് അതേ പ്രാർത്ഥന. അത് മതി ഞങ്ങൾക്ക്, വേറെ ഒരു ഉദ്ദേശവും ആവശ്യമില്ല. ഇത് മാത്രം മതി. റഷീദ് മൂസ മുസ്ലിയാർ എന്താ എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. ഇതാണോ നമ്മൾ പ്രാർത്ഥനയുടെ നിർവചനമായി നമ്മൾ ഉദ്ദേശിച്ചത്? എന്റെ കാരണവന്മാരെ തൗഹീദ് പൊളിച്ചവർക്കും തൗഹീദ് നശിപ്പിച്ചവർക്കും തൗഹീദിനെ കുറിച്ച് മുജാഹിദുകളുടെ 1ാം ക്ലാസ്സിലെ കുട്ടിയുടെ വിവരം പോലും തൗഹീദിനെ കുറിച്ച് അറിയാത്ത മൊല്ലാക്കമാര് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന്റെ പിന്നിലെ ചേതോവികാരങ്ങളെ കുറിച്ച് നാം അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, എന്താ 3ാം ക്ലാസ്സിന്റെ നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ പ്രാർത്ഥന? അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ എന്താ ഫൈസൽ മുസ്ലിയാർക്ക് കഴിയാതിരുന്നത്? എന്താ കഴിയായിരുന്നതെന്നറിയോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു ഞാൻ വായിച്ചു തരാം. ഒരു കർഷകന് നിലം ഉഴുതുവാനും വിത്ത് വിതയ്ക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. ഇതിനുവേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രക്ഷ തേടുന്നതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ, KNM-ന്റെ പാഠപുസ്തകത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന നിർവചനമാണ്. ഇത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ നിർവചന. ആ ഉദ്ദേശമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചെന്ന് സുന്നികളാരും പറയാറില്ല. അത് പറയുന്ന അതേ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്താ പറയാ? മൊയ്തീൻ ഷെയ്ഖെ സഹായിക്കണേ എന്ന് പറഞ്ഞത് പ്രാർത്ഥനയല്ലെന്ന് വിശ്വസിക്കുന്ന ആളാ ഈ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. നമ്മൾ പറയുന്നു അതും പ്രാർത്ഥനയാണ്. അപ്പൊ ഈ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ തൗഹീദിലേക്ക് മുജാഹിദുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ തൗഹീദിന്റെ ഈറ്റില്ലമെന്നും തൗഹീദിനു വേണ്ടി ജീവിതം നയിച്ച ഹസൻ മൗലവിയുടെയും ഗഫൂർ മൗലവിയുടെയും MCCയുടെയും ഖബർസ്ഥാൻ മറമാടപ്പെട്ട ഖബർസ്ഥാനിന്റെ വെളിപ്പാടകലെ നിന്ന് അവര് പഠിപ്പിച്ച തൗഹീദിന്റെ ആദർശവും ഏറ്റെടുത്ത് ഈ തൗഹീദിന്റെ കൈത്തിരിയുമായി കേരളത്തിന്റെ മണ്ണിൽ ആദർശത്തിന്റെ പടയോട്ടത്തിനിറങ്ങിയ മുജാഹിദുകളെ നാം സമ്മതിക്കാൻ പാടില്ല, നാം ഇത് അംഗീകരിക്കാൻ പാടില്ല. മമ്പുറത്തെ ജാറത്തിന്റെ പൂജ വസ്തുക്കൾ പുളിക്കലിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള മൊല്ലാക്കമാരുടെ പരിശ്രമങ്ങളെ ഈ പണ്ഡിതന്മാർ പകർന്നു തന്ന തൗഹീദിന്റെ കരുത്തുകൊണ്ട് കാരണവന്മാരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്നേഹിതന്മാരെ, നിങ്ങൾ നേരിടണമെന്നാണ് എന്റെ വാക്കുകൾ അവസാനിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചു വരണം, പ്രിയപ്പെട്ടവരെ തിരിച്ചു വരണം, സ്നേഹിതന്മാരെ നിങ്ങൾ തിരിച്ചു വരണം. ഇനി നമ്മളകന്ന് നിൽക്കേണ്ടവരല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും മുറിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്കുകളിൽ അല്പം മൂർച്ച കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അള്ളാഹു ഈ ആദർശത്തിന് വേണ്ടി ജീവിക്കാനും ഈ ആദർശത്തിന്റെ വിശുദ്ധിയുമായി ജീവിതം മുന്നോട്ട് നയിക്കാനും പടച്ചറബിതം അനുഗ്രഹിക്കുമാറാകട്ടെ. KNM-ന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ജില്ലാ സമ്മേളനം ജനുവരി 11-നാണ് നടക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ മഞ്ചേരിയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മുടെയൊക്കെ സാന്നിധ്യം അതിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ MSM മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ
വിദ്യാർത്ഥി വിഭാഗം സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രോഫ്കോൺ ഈ വരുന്ന മാർച്ച് 7, 8, 9 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുമ്പോൾ അതിലും നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുകയും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗത്തിൽ അവൻ നമ്മെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.